89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. സാധാരണ നമ്മൾ ഉയരയിൽ ഓരോ കോഴ്സാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇന്നത്തെ ഉയരയുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട് ഇത് ഇന്നത് പോലെ വേണം പഠിക്കാനായിട്ട്. പക്ഷേ ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നവരെ കുറിച്ചാണ് ഇന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയി പഠിക്കാനായി അറിയാനായി പോകുന്നത്. BEd-നെ കുറിച്ച് നമ്മൾ കേൾക്കുന്നു. ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഈ പലർക്കും ടീച്ചർ ആവാനുള്ള ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുന്നത് പലപ്പോഴും കൊച്ചുനാളിൽ മുതലായിരിക്കും. നമ്മൾ പണ്ട് ഈ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ചോക്കൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നിട്ട് നമ്മുടെ ഭിത്തിയിലും ഡോറിലൊക്കെ ഇരുന്ന് എഴുതി അങ്ങനെ തുടങ്ങുന്ന ആഗ്രഹങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഈ പുല്ലിനോടൊക്കെ എന്താ പഠിക്കാഞ്ഞേ എന്തൊക്കെ പറഞ്ഞു തുടങ്ങുന്ന ആഗ്രഹങ്ങളുണ്ട്. അങ്ങനെ ആ ഒരു ടീച്ചർ എന്നുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കാനായിട്ട് അറിഞ്ഞിരിക്കേണ്ട പല വഴികളിൽ ഒന്നാണ് BEd എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി നമ്മൾ ഇന്ന് ഉയരയിലൂടെ കേൾക്കാനായിട്ട് പോകുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയി പറയാനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ്, മാന്നാനം. മാം, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. BEd കോഴ്സിന്റെ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അടിപൊളി, നല്ല ശുഭമുഹൂർത്തം. അതെ. ക്ലാസ് തുടങ്ങി, നല്ല അഡ്മിഷൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ്. ഫസ്റ്റ് ഇയേഴ്സ് ഒക്കെ ഇങ്ങനെ ഫസ്റ്റ് ഇയേഴ്സ് വന്നു. ജൂലൈ 8 അവരുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അവരിങ്ങനെ BEd കോഴ്സുമായിട്ട് ആ ട്രാക്കിലേക്ക് വന്നുകൊണ്ട് അവരിങ്ങനെ ഇങ്ങനെ രാമഭദ്രൻ കൊണ്ടുവരുന്ന പോലെ നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അടിപൊളി. ഈ BEd എന്ന് പറയുമ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ പലരിൽ നിന്നും ഞാൻ കേട്ടറിഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ ഇന്നത്തെ നമ്മുടെ ചോദ്യങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുവാണ്. അതായത് BEd-ന് മുന്നും ശേഷവും എനിക്ക് കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് മാറ്റങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഒരു വ്യക്തിക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ളത്, അത് പറഞ്ഞ് നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഉയരെ. തീർച്ചയായിട്ടും BEd എന്ന കോഴ്സ് മറ്റ് കോഴ്സുകൾ പോലെയല്ല. മറ്റു കോഴ്സിന്റെ ഒക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയായിട്ട് ഒരു കോഴ്സിലേക്ക് പ്രവേശിക്കുന്നു, വിദ്യാർത്ഥിയായിട്ട് തന്നെ ആ കോഴ്സ് പൂർത്തിയാക്കി പുറത്തു പോകുന്നു. പക്ഷെ BEd കോഴ്സിൽ എന്ന് പറയുമ്പോൾ വിദ്യാർത്ഥിയായി വരുന്ന ആൾ 2 വർഷത്തിന് ശേഷം അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായി പുറത്തേക്ക് പോകുന്നു. തീർച്ചയായിട്ടും അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ അവരുടെ സ്വഭാവത്തിലുണ്ടാകും. ശരിക്കും ഒരു പക്വതയിലേക്കുള്ള ക്ഷണമാണ് BEd കോഴ്സ് എന്ന് നമുക്ക് പറയേണ്ടി വരും. പക്വത എന്ന് പറയുമ്പോൾ പല തരത്തിലാകാം, പല തലങ്ങളിലുള്ള അവരുടെ ഡ്രസ്സിങ്ങില്, അവരുടെ ലാംഗ്വേജ്, അവരുടെ കോൺവെർസേഷൻ, അവരുടെ ബിഹേവിയറിൽ, അവരുടെ ചിന്താഗതിയിൽ ഒക്കെ ഒരുപാട് പക്വത, ഇരുത്തം വന്ന ഒരു സ്വഭാവം BEd കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കുട്ടി എന്നല്ല, പിന്നെ അവരെ നമ്മൾ ടീച്ചർ എന്നാണ് പറയേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ആ വ്യത്യാസം, നമുക്ക് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാകാറുണ്ട്, നല്ല കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ടൈം മാനേജ്മെന്റ്, പിന്നെ സമൂഹത്തിലെ പ്രശ്നങ്ങളൊക്കെ തൻ്റെയും കൂടെ പ്രശ്നങ്ങളാണെന്ന് സെൻസ് ചെയ്യാനുള്ള ഒരു പക്വത, അതും BEd കോഴ്സ് കഴിയുമ്പോൾ നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ടായിരിക്കും നമ്മുടെ പല പൊളിറ്റിക്കൽ ലീഡേഴ്സും അധ്യാപകരായിരുന്നു ഒരു കാലത്ത്. അപ്പോൾ അധ്യാപകരായി പുറത്തു വരുമ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു വ്യത്യാസം, മറ്റു കോഴ്സിൽ നിന്നും വ്യത്യസ്തമായി നല്ലൊരു വ്യത്യാസം 2 വർഷത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് അവർക്കുണ്ടാകാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാർത്ഥിയായി വരുന്നു, അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയായി പുറത്തേക്ക് പോകുന്നു. അതൊരു വല്ലാത്ത ഒരു പരിശീലന കളരി തന്നെയാണല്ലേ. കാരണം പുറത്തോട്ട് പഠിപ്പിക്കാനായിട്ട് പോകുന്നത് പല കുട്ടികളെ, നമ്മൾ പറയാറുണ്ട് ഒരു സ്കൂൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിന്റെ ഒരു മറ്റൊരു ഭാഗം കൂടി, അല്ലെങ്കിൽ അതിന്റെ ഒരു അംശം കൂടിയാണ്. കാരണം പല സാഹചര്യത്തിൽ നിന്ന് വന്നവര്, പല വിശ്വാസങ്ങളുള്ളവര്, പല ചിന്ത ഉള്ള ആളുകൾ, അപ്പൊ അവരെല്ലാം മേയ്ക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല. അവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സ് BEd കഴിയുമ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. എല്ലാവരെയും അക്സെപ്റ്റ് ചെയ്യാനും എല്ലാവരെയും ഈക്വലി കാണാനും, അത് ആ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ്ങും പല സബ്ജക്റ്റുകൾ അവർ കൈകാര്യം ചെയ്തൊക്കെ പല വാല്യൂസ് അവരിൽ ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഒരു വാല്യൂ ഡെവലപ്മെന്റ്, പിന്നെ മെച്യൂരിറ്റി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ല, ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി, ഒരു ശരിക്കും മൾട്ടി ടാസ്കിംഗ് പേഴ്സണാലിറ്റി ആയിട്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പൊ അവരെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണം, അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് എന്നുള്ളതൊക്കെ അറിയണം. അപ്പൊ എന്തായാലും ഇനിയും കുറേ കാര്യങ്ങൾ, നമ്മളതേ ജസ്റ്റ് ഒരു തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതാ അങ്ങോട്ട് നീണ്ടു കിടക്കുകയാണ് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാം. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയാം ഉയരയിലൂടെ. സോ വൺസ് അഗെയിൻ വെൽക്കം ടു ഉയരെ ഓൺ സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര.
പ്രോഗ്രാം എടുത്തു കഴിഞ്ഞാൽ കുട്ടിയായി വന്ന ആളുകൾ തിരിച്ചൊരു സ്റ്റുഡൻ്റ് ആയിട്ടല്ല ഇറങ്ങുന്നത്, പകരം ഒരു അധ്യാപികയായിട്ട് അല്ലെങ്കിൽ ഒരു അധ്യാപകനായിട്ടാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെയുള്ളത് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം. മിസ്സേ, നമ്മൾ ഇന്ന് BEd കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് ഉയരയിലൂടെ നമ്മളിത് പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. കൂടെയുള്ളത് ജോ ആണ്. അപ്പോൾ BEd വരുമ്പോൾ ഒരു വ്യക്തിക്ക് ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ മാറ്റങ്ങൾക്ക് കാരണമായി മാറുന്നത് ഇതിനകത്തെ ഓരോ സിലബസ് ആണ്, അല്ലെങ്കിൽ അതിനകത്തെ ഓരോ ചാപ്റ്റേഴ്സ് ആണ്, ഓരോ താളുകളും അവരെ മാറ്റിമറിക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഒരാളെ പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് ഒരാൾ പഠിക്കുന്നത് ഈ ഒരു BEd എന്ന ഒരു പ്രോഗ്രാമിലൂടെ? BEdന് കരിക്കുലർ ആൻഡ് കോ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കോഴ്സാണ്. കരിക്കുലറും കോ കരിക്കുലറും ഒരുപോലെ കൊണ്ടുപോകേണ്ട ഒരു കോഴ്സാണ്. ഞാനിപ്പോൾ BEdന്റെ കരിക്കുലർ ആയ പ്രോഗ്രാംസ്, അതായത് ഏതൊക്കെ പേപ്പറുകളാണ് പഠിക്കാനുള്ളത്, അതിന്റെ പർപ്പസ് എന്താണ് എന്ന് പറയാം. ആദ്യമായി നമ്മൾക്ക് കുട്ടികളുടെ ചിന്താഗതികൾ, നമ്മൾ ചിന്താഗതി രൂപപ്പെടണം, അതിനെപ്പറ്റിയൊക്കെ അറിയാനായിട്ട് ഫിലോസഫി പഠിക്കുന്നുണ്ട്. മാത്സ് പഠിച്ച് വരുന്നവരും സയൻസ് പഠിക്കുന്നവരും ഇംഗ്ലീഷ് പഠിക്കുന്നവരും സോഷ്യൽ സയൻസ് പഠിക്കുന്നവരും ഒക്കെ ആണ് ആദ്യമായിട്ട് ഈ ഫിലോസഫി ഒരു പുതിയ ഏരിയ ആണ്. അതെ, ഫിലോസഫി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ ചിന്താഗതികളെ കുറിച്ച് അറിയാനായിട്ട് അതവരെ സഹായിക്കും. അതുപോലെ സൈക്കോളജി, മനഃശാസ്ത്രം അവർ പഠിക്കുന്നുണ്ട്. അപ്പം തങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികളുടെ ഫീലിങ്സ് എന്താണ്, അവരുടെ ഇമോഷൻസ് എന്താണ്, അവരെ നമുക്ക് മനസ്സിലാക്കണം, അവരുടെ ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഒക്കെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ കുട്ടികളെ മനുഷ്യനെ മനസ്സിലാക്കാനായിട്ട് സൈക്കോളജി നമ്മൾ പഠിക്കുന്നുണ്ട്. ടെക്നോളജി, വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഒരു അധ്യാപകൻ എത്രയും നന്നായി എങ്ങനെ അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നറിയാനായിട്ട് ടെക്നോളജി പഠിക്കുന്നുണ്ട്. പിന്നെ പെഡഗോജി ഉണ്ട്, പെഡഗോജി ഓഫ് ടീച്ചിങ്. അതായത് അവരവർ പഠിക്കുന്ന സബ്ജക്റ്റ് അവർ സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ PG വരെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഡിഗ്രി വരെ കഴിയുമ്പോൾ പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പം മാത്സ് പഠിക്കുന്ന കുട്ടി മാത്സ് പഠിച്ചിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു ടീച്ച് മാത്തമാറ്റിക്സ്. അതാണ് എങ്ങനെ കുട്ടികളെ മാത്സ് പഠിപ്പിക്കാമെന്നുള്ളത്. മാത്സ് എന്നല്ല, ഏത് സബ്ജക്റ്റ് എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനൊരു മാത്സ് ടീച്ചർ ആയതുകൊണ്ട് കൂടുതൽ മാത്സിന്റെ എക്സാമ്പിൾസ് വരാം. ഞാൻ കണക്ക് പറയേണ്ടി വരില്ലല്ലോ ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇപ്പം മാത്സിന്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല മാത്സ് പഠിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അത് കുട്ടിയുടെ ബൗദ്ധിക തലത്തെയാണ് അവിടെ അതാണ് അഫക്റ്റ് ചെയ്യുന്നത്. പക്ഷേ കുട്ടിയുടെ ബൗദ്ധിക തലം മാത്രമല്ല, കുട്ടിയുടെ വൈകാരിക തലത്തെയും എങ്ങനെ നമുക്ക് ടച്ച് ചെയ്യാൻ സാധിക്കും എന്ന രീതിയിൽ. അതായത് മാത്സ് പഠിക്കുന്ന ഒരു കുട്ടി മാത്സ് പഠിച്ചാൽ മാത്രം പോരാ, മാത്സ് ഇഷ്ടപ്പെട്ട് പഠിക്കണം. മാത്സ് പഠിക്കുമ്പോൾ കുട്ടിയുടെ ബൗദ്ധിക തലത്തിലാണ് ഡെവലപ്മെന്റ് നടക്കുന്നത്. പക്ഷേ ആ മാത്സ് എന്ന സബ്ജക്റ്റ് കുട്ടി ഇഷ്ടപ്പെടുമ്പോൾ കുട്ടിയുടെ വൈകാരിക തലത്തിലും ആ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കേണ്ടത്, ഇഷ്ടപ്പെട്ട് എങ്ങനെ ഒരു സബ്ജക്റ്റ് പഠിക്കാം എന്നുള്ളതാണ് നമ്മൾ ടീച്ചിങ് മെത്തഡോളജിയിൽ മെയിനായിട്ട് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എപ്പോഴും ടീച്ചേഴ്സ് ഏറ്റവും നല്ല കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് പഠിപ്പിക്കുന്ന അധ്യാപകരായിട്ട് മാറത്തക്ക രീതിയിലാണ് നമ്മൾ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ ആണ് ടീച്ചിങ് മെത്തഡോളജീസ് വരുന്നത്. പിന്നെ കരിക്കുലം എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യാം, കരിക്കുലം കൺസ്ട്രക്ഷൻ്റെ പേപ്പറുണ്ട് അവർക്ക്. പിന്നീട് വരുമ്പോൾ ടീച്ചിങ് പ്രാക്ടീസ് ഉണ്ട്. ഓഫ് കോഴ്സ് സെക്കൻഡ് സെമസ്റ്ററിലെ 1 month ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ട് സ്കൂളിൽ, ട്രെയിനിങ് ഉണ്ട്. അതിന് മുന്നേ നമ്മൾ പല ലെവലിലുള്ള ട്രെയിനിങ്, ടീച്ചിങ് സ്കിൽസിന്റെ ട്രെയിനിങ് ഒക്കെ കൊടുക്കും. തേർഡ് സെമസ്റ്ററിലേക്ക് വരുമ്പോഴത്തേക്ക് 4 months ടീച്ചിങ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിനോടൊപ്പം തന്നെ ലാംഗ്വേജ് അക്രോസ് കരിക്കുലം എന്നൊരു പേപ്പർ അവർക്ക് പഠിക്കാനായിട്ടുണ്ട്. ലാക്ക് എന്ന് പറയും. എന്തിനാണ് ഈ ലാക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കൊരു വിചാരമുണ്ട്, ഇപ്പൊ സയൻസ് പഠിക്കുന്നവർക്ക് ലാംഗ്വേജ് ആവശ്യമില്ല. ലാംഗ്വേജ് എന്നത് ലിറ്ററേച്ചറുകാരുടെ മാത്രമാണ്, അല്ലെങ്കിൽ മലയാളംകാരുടെ സാഹിത്യം അവരുടെ മാത്രമാണ്. അവർ മറ്റുള്ളവർക്ക് ഭാഷ, പ്രത്യേകിച്ച് സയൻസ് മാത്സ് പോലുള്ള സബ്ജക്റ്റിന് ഭാഷ ആവശ്യമില്ല എന്നുള്ളത് ഒരു പൊതുവായ തെറ്റിദ്ധാരണയാണ്, ശരിയായ ധാരണയല്ല. അപ്പൊ മാത്സിലും ലാംഗ്വേജ് ഉണ്ട്, അല്ലെങ്കിൽ സയൻസിനും ലാംഗ്വേജിന് കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് സബ്ജക്റ്റ് പഠിപ്പിക്കാം, അതിനനുസരിച്ചൊരു പേപ്പർ, ലാക്ക് എന്നൊരു പേപ്പറുണ്ട്. പിന്നെ അവസാന സെമസ്റ്ററിലേക്ക് വരുമ്പോൾ ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ ഒരു പേപ്പർ അവർക്ക് പഠിക്കാനായിട്ടുണ്ട്. നമ്മളിന്ന് ജെൻഡർ ഇക്വാളിറ്റീസിനെ പറ്റിയൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ജെൻഡർ, സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പർ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സംവദിച്ച് പഠിക്കാനായിട്ട് അവരെ സഹായിക്കുന്ന ഒരു പേപ്പറാണ്. അതുപോലെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, ഓരോ പർട്ടിക്കുലർ സബ്ജക്റ്റിലുള്ള ടീച്ചറായി കഴിഞ്ഞാൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനെ പറ്റിയുള്ള പേപ്പറുണ്ട്. പിന്നെ മനഃശാസ്ത്രമൊക്കെ എല്ലാ സെമസ്റ്ററിലും അവർക്കുണ്ട്. അപ്പോൾ ഇത്രയുമാണ് മെയിനായിട്ട് സബ്ജക്റ്റ് വൈസ് പഠിക്കാനായിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കൂടെ കോമൺ ആയിട്ട് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഉണ്ട്. എക്സാം ഇല്ല, പക്ഷേ
അതിനെല്ലാം പേപ്പറുകൾ അവർക്കുണ്ട്. ഡ്രാമ ആൻഡ് ആർട്ട് ഉണ്ട്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, SUPW സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് എന്ന് പറഞ്ഞ SUPW ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ പഠിക്കാനുണ്ട്. ഇതെല്ലാം കൂടാതെ ഒരു ഇലക്റ്റീവ് കോഴ്സ് ഏതെങ്കിലും ഫസ്റ്റ് സെമസ്റ്ററിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഇലക്റ്റീവായിട്ട് അവർക്ക് ചൂസ് ചെയ്യാം. അത് ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആകാം, എൻവയൺമെൻറ്റൽ എഡ്യൂക്കേഷൻ ആകാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആകാം, എലമെൻ്ററി എഡ്യൂക്കേഷൻ ആകാം, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആകാം. അങ്ങനെ വെറൈറ്റി ഓഫ് കോഴ്സസ് കൊടുക്കും. അതിലേതെങ്കിലും ഒരെണ്ണം അവർക്ക് ചൂസ് ചെയ്യാം. ഇത്രയുമാണ് മെയിൻ കണ്ടന്റ് വൈസ് നമുക്ക് പഠിക്കാനായിട്ടുള്ള പേപ്പറുകൾ. സാധാരണ നമ്മളിപ്പോ ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ആ സബ്ജക്റ്റിനെ അങ്ങോട്ട് പഠിച്ചാൽ മതി. ഇത് പക്ഷെ ഇതങ്ങനെയല്ല. ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ പഠിപ്പിക്കണമെന്ന് പഠിക്കും, പിന്നെ മനുഷ്യനെ കുറിച്ച് പഠിക്കണം. ഇത് ഇച്ചിരി ടാസ്ക് ആണല്ലേ B.Ed പഠിച്ചു. ഒരിക്കലില്ല, നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിൽ ഒരു അധ്യാപകൻ ഇതെല്ലാം ആവശ്യമാണ്. ഒരു അധ്യാപകൻ ഒരു നല്ല ആർട്ടിസ്റ്റ് ആയിരിക്കണം, ഒരു അധ്യാപകൻ ഒരു നല്ല പെർഫോമർ ആയിരിക്കണം, നല്ല ഓർഗനൈസർ ആയിരിക്കണം, നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളായിരിക്കണം, ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യേണ്ട ഒരാളാണ് അധ്യാപകൻ. അപ്പോൾ ആ അധ്യാപകനെ എല്ലാ തരത്തിലും ഉള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്ന രീതിയിൽ ഒരു പൂർണ്ണ അധ്യാപകനായിട്ട് അല്ലെങ്കിൽ അധ്യാപികയായിട്ട് നമ്മൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാം, അതിനു വേണ്ട എല്ലാ കോഴ്സസും ഇതൊരു പാക്കേജ് പോലെയാണ്, ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇതൊക്കെ പയറ്റി തെളിഞ്ഞവരാണ് നമ്മുടെ മുന്നിലിരുന്ന്, അല്ലെങ്കിൽ നമ്മളെ കുറേ പാഠങ്ങൾ പഠിപ്പിച്ച നമ്മുടെ അധ്യാപകരെ എന്നും ഒരു നിമിഷം ഓർത്ത് അവർക്ക് എന്താ നമുക്കൊരു ഒരു ഒരു വന്ദനം അല്ലെങ്കിൽ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് എന്തായാലും അവർക്കൊരു പാട്ടും വെച്ചുകൊണ്ട് നമ്മൾ എന്തായാലും ഉയരയിൽ കൂടെ ഉള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം. നമ്മൾ ഇന്ന് B.Ed കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഒരു അധ്യാപകനാവുക, ഒരു അധ്യാപികയാവുക എന്ന് പറയുന്നത് പലരുടെയും ആഗ്രഹത്തിലുള്ള, അല്ലെങ്കിൽ അവരുടെ ബക്കറ്റ് ലിസ്റ്റിൽ അവർ കുഞ്ഞുകാലം മുതലേ അവർ ഇങ്ങനെ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. അപ്പോൾ എന്തായാലും അതിനെ നേടിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു പോംവഴിയാണ്, ഒരു മാർഗമാണ് B.Ed എന്ന് പറഞ്ഞത്, ബാച്ചുലർ ഓഫ് എഡ്യൂക്കേഷൻ എന്ന പ്രോഗ്രാം. അതിനെക്കുറിച്ചാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആൻഡ് ഈ ഒരു B.Ed പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി അറിയാനായി പറയാനായി നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം. മാം, നമ്മൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച്, പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന കാര്യങ്ങളാണ് സംഭവിക്കുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും, ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് സംഭവിക്കും എന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് വരാനായിട്ട് താല്പര്യത്തോടു കൂടെ തന്നെ ഇരിക്കുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുന്നവരുണ്ടായിരിക്കും. ചിലവർ B.Ed അന്വേഷിച്ച് പോകും, ചിലപ്പോൾ ചിലവരെ തേടി B.Ed വരും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പം എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ഇത് പഠിക്കാനായി തയ്യാറെടുത്തിരിക്കുന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, ഇവരെടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? എസ്പെഷ്യലി തയ്യാറാവുന്നവർക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ്? B.Ed പ്രോഗ്രാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർ മാനസികമായിട്ടൊക്കെ എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ പറഞ്ഞാട്ടെ മിസ്സേ. മാനസികമായി അവരെങ്ങനെ തയ്യാറെടുക്കണമെന്ന് ചോദിച്ചാൽ, ഏറ്റവും ആദ്യം ഒരു B.Ed കോഴ്സിലേക്ക് നമ്മൾ വരാൻ പോകുമ്പോൾ ഉണ്ടാകേണ്ട ഒന്ന് പാഷൻ ഫോർ ടീച്ചിങ് ആണ്. ഞാൻ ഏത് ജോലിയിലും പ്രവേശിക്കുന്നത് പോലെയല്ല, ഇതൊരു നോബിൾ പ്രൊഫഷനാണ്. എൻ്റെ ഭാവി തലമുറയെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് വെറും ഫയലുകളല്ല, ജീവിതങ്ങളാണ്, അല്ലെങ്കിൽ ജീവനുകളാണ്. അവരെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, അവരുടെ ഇമോഷൻസിനെയാണ് ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് ശരിക്കും കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ഒരാളാവണം. തൻ്റെ മുന്നിലിരിക്കുന്ന ഏത് വിദ്യാർത്ഥിയെയും തൻ്റെ സ്വന്തം കുട്ടിയായി കാണാൻ സാധിക്കുന്ന ഒരു മാനസിക പക്വത ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയാകാൻ പോകുന്ന ഒരാളിനുണ്ടാകണം. എനിക്ക് പഠിപ്പിക്കാനൊരു ഇഷ്ടം ഉണ്ടാകണം. ഒരിക്കലും പഠിപ്പീരിനോടൊരു മടുപ്പ് വന്ന ആൾ B.Ed അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടിരിക്കാൻ യോഗ്യമല്ല എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായ ഒപ്പീനിയൻ. അപ്പോൾ എന്നും നമ്മൾ ഓരോ ദിവസവും പുതിയ
ഒരു ക്ലാസ്സിൽ ചെല്ലുന്ന പോലെ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്ലാസ്സിൽ ചെല്ലുന്ന പോലെ അതേ ആ ഒരു ഫ്രഷ്നെസ്സോടുകൂടി ക്ലാസ്സിലേക്ക് പോകാനായിട്ട് സാധിക്കണം. അങ്ങനെയൊക്കെ അതിന് ഞാൻ വില്ലിങ് ആണോ, എനിക്ക് പറ്റിയതാണോ. നമുക്ക് ജോലിയാണെങ്കിൽ ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം. നമുക്കധികം മിണ്ടാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ, അധികം സംസാരിക്കാൻ, ആൾക്കാരെ അധികം കാണാൻ ഇഷ്ടമില്ലാത്തവർ ഒന്നും BEd കോഴ്സ് തിരഞ്ഞെടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ ദിവസവും പുഞ്ചിരിക്കുന്ന മുഖവുമായിട്ട് ക്ലാസ്സിലേക്ക് ചെല്ലാനുള്ള ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അത് തീർച്ചയായിട്ടും BEd കോഴ്സിന് ഉണ്ടാകേണ്ടതാണ്. പിന്നെ ആൾക്കാരിങ്ങനെ പറഞ്ഞു കേട്ട് ഒരുപാട് വർക്ക് ലോഡാണ്, ഒരുപാട് എഴുതാനുണ്ട്, ഇതൊക്കെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് പോലെ ഇരിക്കും. തീർച്ചയായിട്ടും എഴുതാനൊക്കെ ഉണ്ട്, പക്ഷേ അതെന്ന് പറയുന്നത് കൃത്യസമയത്ത് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക്, സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യുന്നവർക്ക്, പിന്നെ ഇതിനെല്ലാം വളരെ സന്തോഷത്തോടുകൂടി എൻജോയ് ചെയ്ത് ചെയ്യുന്നവർക്ക് ഒരിക്കലും BEd കോഴ്സ് ഒരു മടുപ്പുള്ള കോഴ്സല്ല. വളരെ എൻജോയ് ചെയ്ത്, വളരെ റിലാക്സ്ഡ് ആയിട്ട്, വളരെ ഫ്രീ ആയിട്ട്, സന്തോഷമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. അൾട്ടിമേറ്റ്ലി ഇതിനുണ്ടാകേണ്ട എന്ന് പറയുന്നത് നമുക്ക് ഒരു പാഷൻ ഫോർ ടീച്ചിങ് ഉണ്ടാകണം. പഠിപ്പിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാൾ ഒരിക്കലും BEd കോഴ്സ് ചൂസ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതൊരു നോബിൾ പ്രൊഫഷനാണ് എന്നുള്ള ഒരു ചിന്തയും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും, നാളെ ഒരുപാട് പേരെ ഞാൻ ലീഡ് ചെയ്യേണ്ട ആളാണ്, ഒരുപാട് പേരെ ഞാൻ ഗൈഡ് ചെയ്യേണ്ട ആളാണ്, അല്ലെങ്കിൽ ഒരുപാട് പേരുടെ വഴികളിൽ വെളിച്ചമാകേണ്ട ആളാണ് ഞാൻ എന്നൊരു ബോധ്യം നമ്മൾക്ക് ഉണ്ടാകണം. നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വില്ലിങ്നെസ്സും ഉണ്ടെങ്കിൽ സന്തോഷമായി പൂർത്തിയാക്കുകയും ജീവിതകാലം മുഴുവൻ സന്തോഷമായി സാറ്റിസ്ഫാക്ഷനോടുകൂടി ചെയ്യാനും പറ്റുന്ന ഒരു ജോബാണ് ടീച്ചർ ജോബ് എന്ന് പറയുന്നത്. അടിപൊളി. ഞാൻ ഭയങ്കര വൈകാരിക തലങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. കാരണം പണ്ട് മുതലേ എനിക്ക് ടീച്ചർ ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പം ആരെന്നൊക്കെ ചോദിച്ചാലും ഞാൻ പറയുന്നത് എൻ്റെ ഫസ്റ്റ് പാഷൻ ഈസ് ടീച്ചിങ് എന്നുള്ളതാണ്. ഞാൻ അന്നും ഇന്നും എന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിലേക്ക് എൻ്റെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷേ 3 ആഗ്രഹങ്ങളായിരുന്നു. ഒരു മോഡൽ ആവണം, RJ ആവണം, പിന്നെ ടീച്ചിങ്. ബാക്കി 2 എണ്ണങ്ങളിലേക്ക് കുറച്ചൊക്കെ നമ്മളിപ്പം 3 ഒന്നിച്ചു കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ജോയുടെ ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് ജോയ്ക്ക് ഒരു നല്ല ടീച്ചറാകാൻ പറ്റും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടീച്ചർ ആവാനായിട്ട്. തീർച്ചയായിട്ടും മാന്നാനം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജിലേക്ക് തന്നെ ജോയെ ഞങ്ങളുടെ തന്നെ ഭാവിയിലെ സ്റ്റുഡന്റ് ആയിട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ആ ഇൻവിറ്റേഷൻ ലെറ്റർ ഞാൻ മനസ്സുകൊണ്ട് മിസ് ഇവിടെ വന്നപ്പോഴേ ഞാൻ സ്വീകരിച്ചു. അതുവഴി ഞാൻ ആ BEd കോളേജ് കണ്ടപ്പോഴേ നമ്മള് ഇത് നോക്കി വെച്ച സ്ഥലം, ഞാൻ വരേണ്ട സ്ഥലമായിരുന്നല്ലോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. അപ്പൊ എന്തായാലും ഇതുപോലെ ഈ അഡ്മിഷനൊക്കെ എടുക്കേണ്ട മുന്നൊരുക്കങ്ങൾ മാം പറഞ്ഞു. അതുപോലെ തന്നെ ചില മുന്നൊരുക്കങ്ങൾ അല്ലെങ്കിൽ തയ്യാറെടുക്കേണ്ടതാണ് ഈ അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു. അഡ്മിഷൻ പ്രോസസ്സിൽ വന്നൊരു എററാണ് നമുക്ക് പിന്നീട് എൻ്റെ ഒരു ജീവിതത്തിൽ പറ്റിയ ഒരു വലിയൊരു മാറ്റം സംഭവിക്കാനിടയത്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയതൊക്കെ നമുക്ക് കേൾക്കാനുണ്ട്. BEd പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേൾക്കുന്നത്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം കൂടെയുള്ളത് RJ ജോ. 89.6 FM സർഗക്ഷേത്ര. കഷ്ടപ്പെട്ടല്ല, ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റിനെ ഇഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് പഠിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മുടെ BEd പ്രോഗ്രാം, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഉയരയിലൂടെ. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ്, മാന്നാനം. നമ്മുടെ സർഗക്ഷേത്ര റേഡിയോയിൽ ഉയരയിൽ പല കോഴ്സുകൾ എടുക്കുമ്പോഴും നമ്മൾ അന്ന് മുതലേ എന്നും നോക്കി നിൽക്കുന്ന ഒരു കോഴ്സാണ് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമാണ് നമ്മുടെ BEd എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സമയം ഇതാണ്, ഇപ്പോഴാണ്. അത് നമ്മളിങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ കേട്ടുകൊണ്ട്. മാം, അപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് അറിയാനായിട്ടുള്ളത് ഈ ഒരു BEdൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സിനെ കുറിച്ചാണ്. ഇച്ചിരി, അതായത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന ഒരു കാര്യമാണ്. അതായത് ഞാൻ ആപ്ലിക്കേഷൻ ചെയ്തു. ഫസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ സമയത്ത് ഞാൻ അപ്ലൈ ചെയ്തു. എന്തോ ഒരു എറർ സംഭവിച്ചു. ഫസ്റ്റ് ഒരു 1 to 5 ക്വസ്റ്റ്യൻസ് എന്തോ ഞാൻ തന്നെ അത് ഫില്ല് ചെയ്തു. ബാക്കി ഞാൻ അക്ഷയ സെൻറ്ററിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ആ ചേച്ചിയും പറഞ്ഞ മോളെ എനിക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, നമുക്ക് 2 പേർക്കും ഒത്തുപിടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടി ഇരുന്ന് ഫില്ലൊക്കെ ചെയ്ത് അപ്ലൈ ചെയ്തു. ഫസ്റ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, പേരില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു, പേരില്ല. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു, പേരില്ല. തേർഡ് വന്നു, പേരില്ല. ഞാനിങ്ങനെ പോയി, ജീവിതം പോയി, താറുമാറായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരു കോഴ്സായിരുന്നു, പ്രോഗ്രാമായിരുന്നു BEd എന്ന് പറഞ്ഞപ്പം. അപ്പം പിന്നെ എൻ്റെ ഒരു കസിൻ റിലേറ്റഡ് ആയിട്ട് അപ്പം പുള്ളി ഇങ്ങനെ അന്വേഷിച്ചപ്പം എൻ്റെ പേരെ അവിടെ ചെന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, ഓക്കെ
പോയി, ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ചെയ്യാം. അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ സർഗക്ഷേത്ര റേഡിയോയുടെ ഒരു ഓഡീഷൻ നടക്കുന്നു, ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ആഗ്രഹം ഉണ്ടല്ലോ, മറ്റേ ആഗ്രഹം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് അപ്ലൈ ചെയ്തു. ഇപ്പം ദാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. 2.5 വർഷക്കാലമായിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം അതാണ് B.Ed അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അറിയണത്. അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചൊന്ന് വളരെ വ്യക്തമായിട്ട് മിസ് ഒന്ന് പറഞ്ഞു തരണം. B.Ed അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് പ്രോസസ്സ്, ക്യാപ്പ് വഴിയാണ്. ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ക്യാപ്പ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഡിഗ്രിയുടെ റിസൾട്ട് വന്നു കഴിയുന്ന ഒരു ടൈമിലാണ് B.Ed ക്യാപ്പ് രജിസ്ട്രേഷനുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത്. ആദ്യം നമ്മൾ അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ പോർട്ടലിൽ പോയിട്ട്, ക്യാപ്പ് പോർട്ടലിൽ പോയി പ്രൊഫൈൽ ക്രിയേഷനാണ്. ഇതിനൊക്കെ ഹെൽപ്പ് ഡെസ്ക് ഉണ്ട്. നമ്മൾ അക്ഷയ സെന്ററുകാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ വളരെ ഡീറ്റെയിൽഡ് ആയ പ്രോസ്പെക്ടസ് ഉണ്ട്. അവർ പ്രത്യേകം പറയുന്നുണ്ട്. അതിന്റെ ആ പോർട്ടലിൽ നോക്കിയാൽ എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകുന്ന ന്യൂസിൽ കാണാം. പ്രോസ്പെക്ടസ് വളരെ വിശദമായി വായിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഓരോന്നും ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യുക എന്നൊക്കെയുള്ളത്. അപ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അതിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ നമ്മൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോഡൽ ഓഫീസേഴ്സിന്റെ നമ്പർ അവൈലബിൾ ആണ്. കോളേജുകളുടെ ഹെൽപ്പ് ഡെസ്ക്, നോഡൽ ഓഫീസേഴ്സിന്റെ നമ്പർ, പ്രിൻസിപ്പൽസിന്റെ നമ്പർ ഒക്കെ അവൈലബിൾ ആണ്. ആരെ വിളിച്ച് ചോദിച്ചാലും ആരും സഹായിക്കും. നമ്മൾ അക്ഷയ സെന്ററുകാരെ മാത്രം അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം അവരിത് പോലെയുള്ള പല കോഴ്സിന്റെ കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. എറർ വരാം. അവിടുത്തെ ഡെയിലി ഹാൻഡിൽ ചെയ്യുന്നവർ അവർ ഈ ഫീൽഡിലുള്ളവരല്ലല്ലോ. അവർക്ക് രജിസ്ട്രേഷൻ മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ ക്യാപ്പ് വഴിയാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് ആദ്യത്തെ ഇൻഡെക്സ് മാർക്കൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് അവർ പറഞ്ഞ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. അതിനനുസരിച്ച് ഇൻഡെക്സ് മാർക്ക് യൂണിവേഴ്സിറ്റി ഓട്ടോമാറ്റിക്കലി അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾക്കൊരു കുറേ കോളേജസ് ഓപ്ഷൻ ഒക്കെ, നമ്മളുടെ ഫസ്റ്റ് ഓപ്ഷൻ, സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള കോളേജുകളെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ട് നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള കോളേജുകൾ നമ്മൾ ഓപ്ഷൻ വെക്കുന്നു. ആദ്യം ഒരു 3 ഘട്ടത്തിൽ അലോട്ട്മെന്റ് വരും. 1ാം അലോട്ട്മെന്റ്, 2ാം അലോട്ട്മെന്റ്, 3ാം അലോട്ട്മെന്റ് എന്ന് പറഞ്ഞൊരു 3 ഘട്ട അലോട്ട്മെന്റ് ഉണ്ട്. അപ്പോൾ അലോട്ട്മെന്റിന്റെ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്യുന്ന മാർക്കിനെ ബേസ് ചെയ്ത് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അലോട്ട്മെന്റ് വരുന്നത്. അത് ഓരോ കോളേജിലേക്കും അലോട്ട് ചെയ്തിട്ടുള്ള കുട്ടികളുടെ ലിസ്റ്റ് വരുമ്പോൾ അതിന്റെ അഡ്മിഷൻ നോഡൽ ഓഫീസേഴ്സ് സർട്ടിഫിക്കറ്റ്സും ഇവരുടെ ഇൻഡെക്സ് മാർക്കുമായിട്ട് ഒത്തുനോക്കി വെരിഫൈ ചെയ്തതിന് ശേഷം കുട്ടികളെ അങ്ങോട്ട് വിളിക്കും. അവർക്ക് ഇങ്ങോട്ട് വിളിക്കാം, അങ്ങോട്ട് വിളിക്കാം. നമ്മൾ കഴിവതും നമ്മൾ അങ്ങോട്ട് തന്നെ വിളിച്ച് അറിയിച്ചിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഒരു ചെല്ലാൻ ഉണ്ട്. അവരുടെ ലോഗിൻ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് കയറി അത് അടയ്ക്കുക. ഓൺലൈനായിട്ട് തന്നെ അടയ്ക്കുക. അതിനുശേഷം കോളേജുകളിലേക്ക് അഡ്മിഷനായിട്ട് വരിക. അതിൽ തന്നെ ആദ്യത്തെ 3 അലോട്ട്മെന്റ്, നമ്മൾ ഫസ്റ്റ് ഓപ്ഷനാണ് ഒരു കോളേജ് വെച്ചിരിക്കുന്നതെങ്കിൽ ആ കോളേജിൽ നമ്മൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ഫസ്റ്റ് ഓപ്ഷൻ അല്ല, സെക്കൻഡോ തേർഡോ മുന്നോട്ടുള്ള ഏത് ഓപ്ഷനാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, നമുക്ക് അലോട്ട്മെന്റ് കിട്ടിയേക്കുന്നതെന്ന് വെച്ചാലും നമുക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആദ്യത്തെ 3 അലോട്ട്മെന്റ് വരെ ടെമ്പററി അഡ്മിഷൻ എടുത്ത് നിൽക്കാം. എന്നിട്ട് വീണ്ടും ഹയർ ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇഷ്ടമുള്ള കോളേജ് കിട്ടുമ്പോൾ പെർമനന്റ് എടുത്താൽ മതി. 3ാമത്തെ അലോട്ട്മെന്റ് ആയിട്ടും അതേ കോളേജ് തന്നെയോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കോളേജ് കിട്ടിയ 3ാമത്തെ അലോട്ട്മെന്റിൽ നമ്മൾക്ക് പെർമനന്റ് ആകണം. പിന്നെ ഗവൺമെന്റ് കോളേജുകളിൽ മെറിറ്റ് സീറ്റ് ഉണ്ട്. കമ്മ്യൂണിറ്റി എയ്ഡഡ് കോളേജുകൾക്കാണെങ്കിൽ ഏത് മാനേജ്മെന്റ് ആണോ അത് കോഴ്സ് നടത്തുന്നത് അതായത് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്ക് ഉള്ള റിസർവേഷനുണ്ട്. പിന്നെ PD കോട്ട ഉണ്ട്, സ്പോർട്സ് കോട്ട ഉണ്ട്, SC/ST റിസർവേഷൻ, OEC റിസർവേഷൻ അങ്ങനെയുണ്ട്. പിന്നെ മാനേജ്മെന്റ് 15% സീറ്റ് എയ്ഡഡ് കോളേജുകൾക്ക് മാനേജ്മെന്റ് കോട്ടായും ഉണ്ട്. അൺഎയ്ഡഡ് കോളേജുകൾക്കാണെങ്കിൽ ഇത് 50-50 ആണ്. 50% ക്യാപ്പ് വഴിയും 50% കോളേജിൽ നിന്ന് നേരിട്ടും എടുക്കാനായിട്ട് പറ്റും. ഒരു യൂണിറ്റ് 50 കുട്ടികളാണ്. അപ്പോൾ ഒരു കോളേജിൽ 1-2 യൂണിറ്റ് ഉണ്ടാകും. പിന്നെ 2 ഇയർ B.Ed ഒക്കെ ആക്കിയപ്പോഴത്തേക്ക് മിക്ക കോളേജുകളിൽ ഒരു യൂണിറ്റ് 50 കുട്ടികളായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 2-3 യൂണിറ്റുള്ള കോളേജുകളും ഉണ്ട്. അപ്പോൾ പിന്നെ ഈ 3 അലോട്ട്മെന്റും കഴിഞ്ഞിട്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ വരും. സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് സ്പെഷ്യൽ അലോട്ട്മെന്റ് വരും. ഇപ്പോൾ അങ്ങനെ 3 അലോട്ട്മെന്റും സപ്ലിമെന്ററി അലോട്ട്മെന്റ്, സ്പെഷ്യൽ അലോട്ട്മെന്റ് 2 വരും. അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്കൊരു കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് പുതിയ രജിസ്ട്രേഷനുള്ള സമയമുണ്ട്. ഇപ്പോഴും സമയമുണ്ട്. ഇന്ന് ഇപ്പൊ സപ്ലിമെന്ററി അലോട്ട്മെന്റ് 2ാം ഘട്ട സപ്ലിമെന്ററി അലോട്ട്മെന്റ് വന്നിരിക്കുന്ന ദിവസമാണ്. ഇതിന്റെ അഡ്മിഷൻ തിങ്കളാഴ്ച കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞും വേക്കൻസീസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റു കോളേജിൽ നിന്ന് മാറാനുള്ള ഓപ്ഷനുണ്ട്. ഇതിനെല്ലാ സഹായവുമായി ഏത് കോളേജിലെയും നോഡൽ ഓഫീസറെ വിളിക്കാം, യൂണിവേഴ്സിറ്റിയുടെ നോഡൽ ഓഫീസറെ വിളിക്കാം. അങ്ങനെ ആരും എന്ത് സഹായവും ചെയ്യും. നമ്മൾക്ക് കഴിവതും നമുക്ക് ഇഷ്ടപ്പെട്ട കോളേജിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ടുള്ള അവസരം മാക്സിമം
സഹായം യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ട്. അപ്പോൾ നമ്മൾ അക്ഷയ സെന്ററുകാരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ പ്രോസ്പെക്ടസ് ഒന്ന് വായിക്കാനും ഒന്ന് മനസ്സിരുത്തി വായിക്കാനും അതേപോലെ വിവരങ്ങൾ അന്വേഷിക്കാനും ഉള്ള ഒരു മനസ്സുണ്ടെങ്കിൽ സുഖമായി B.Ed കോഴ്സിൽ നമുക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അത് ഇഷ്ടമുള്ള കോളേജിൽ തന്നെ അഡ്മിഷൻ നേടി നമുക്ക് പഠിക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു എറർ പോലും സംഭവിക്കാത്ത വിധത്തിൽ എങ്ങനെ നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് സെറ്റാക്കി മാറ്റാം എന്നുള്ളത് നമുക്ക് മാം പറഞ്ഞു തന്നെ. അപ്പോൾ എന്തായാലും ഈ ഒരു B.Ed കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും ചില സംശയങ്ങളൊക്കെ നമുക്കുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകാനായിട്ട് മാം റെഡിയാണ്. കേൾക്കാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെ ജോ ആണ് നമ്മുടെ കൂടെ എന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം. മാം, നമ്മൾ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അഫ്കോഴ്സ് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഡിഗ്രിയോടൊപ്പം B.Ed പഠിക്കാം എന്നുള്ളൊരു ഓപ്ഷൻ കൂടി നമുക്കിപ്പോൾ ഉണ്ട്. അപ്പം അതെങ്ങനെയാണ്, അതിൻ്റെ കാര്യങ്ങൾ, ആ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയാണ് നമുക്കത് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അതും കൂടി ഒന്ന് വിശദമായിട്ട് പറയാമോ? അതായത് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം NEP 2020യുടെ ഭാഗമായിട്ട് B.Ed കോഴ്സിൽ ഒരു അടിമുടി ഒരു ചേഞ്ച് എല്ലാ കോഴ്സസിലും ഉണ്ട്. അതേപോലെ തന്നെ B.Ed കോഴ്സിലും കൂടെ ഒരു ചേഞ്ച് വരാനായിട്ട് പോവുകയാണ്. ഇപ്പോൾ നിലവിൽ നമുക്കുള്ളത് 2 വർഷ B.Ed ആണ്. ഇനി വരാനായിട്ട് പോകുന്നത്, അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അതിന്റെ സ്കൂൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ 5+3+3+4 ആണ്. ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് സ്കൂൾ സ്ട്രക്ചർ, അതായത് pre-KG മുതൽ 2ാം ക്ലാസ് വരെ ഒരു ലെവല്, 3, 4, 5 അടുത്തത്, അടുത്ത 6, 7, 8 അടുത്തത്, 9, 10, 11, 12 അടുത്തത്. ഇങ്ങനെ 4 ലെവലില് സ്കൂൾ സ്ട്രക്ചർ മാറ്റുമ്പോൾ അതിൽ ഓരോ ലെവലിലും പഠിപ്പിക്കേണ്ട അധ്യാപകർ അവർക്ക് വേണ്ടി പലതരത്തിലുള്ള ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം വരികയാണ്. അതിന് ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാം ITEP എന്നാണ് പറയുന്നത്. ഈ ITEP ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ITEP 4 ലെവലിലുണ്ട്. ITEPന് ഒരു കുട്ടി ജോയിൻ ചെയ്യുമ്പോൾ ഡിഗ്രിയോടൊപ്പമാണ് B.Ed പഠിക്കുന്നത്. +2 കഴിഞ്ഞിട്ട് മെഡിസിനോ എഞ്ചിനീയറിങ്ങിനോ ഒക്കെ എൻട്രൻസ് എഴുതി കയറുന്നത് പോലെ തന്നെ ഇതിനും ഒരു എൻട്രൻസ്, കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകും. ഈ എൻട്രൻസ് ടെസ്റ്റ് വഴിയായിരിക്കും അഡ്മിഷൻ. അപ്പോൾ ഒരു ഡ്യുവൽ ഡിഗ്രി കോഴ്സായിട്ടാണ് ITEP വരുന്നത്. ഡിഗ്രി പ്ലസ് B.Ed 4 ഇയർ പ്രോഗ്രാം ആണ്. 4 ഇയർ പ്രോഗ്രാം FIUGPയുടെ മറ്റൊരു വർഷം. അതിന്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം എന്ന രീതിയിൽ, അല്ലെങ്കിൽ B.Edുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കോഴ്സ്. അതിന് ITEP എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ 4 തരം B.Ed ഉണ്ട്. ITEP ഫൗണ്ടേഷൻ, പ്രിപ്പറേറ്ററി, മിഡിൽ, സെക്കൻഡറി, 4 ലെവലിലാണ് B.Ed. ഇതൊക്കെ ഓരോന്നും BSc Ed, BA Ed, BCom Ed. ഈ രീതിയിലാണ് ഇതിന്റെ ഇന്റഗ്രേഷൻ വരുന്നത്. ഇതിപ്പോൾ ITEP ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ 3 to 8 years ഉള്ള സ്റ്റുഡൻസിന് വേണ്ടി. അതായത് ഇപ്പോൾ നമ്മൾ pre-KGയിലും LKGയിലും ഒക്കെ നമ്മൾ പഠിപ്പിക്കണമെങ്കിൽ ടീച്ചേഴ്സിന് മോണ്ടിസോറി ട്രെയിനിങ്, നഴ്സറി ട്രെയിനിങ് ഒക്കെയാണ്. അത് മാറും. അത് മാറിയിട്ട് 2030 നമ്മൾ ഒരു ടീച്ചറാകാൻ, ഏത് ലെവലിൽ ടീച്ചർ ആകണമെങ്കിലുമുള്ള മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്ലസ് B.Ed ആയിരിക്കും. അപ്പോൾ ITEP ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ pre-KG, LKG, UKG, ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, ഇത്രയും ലെവലിൽ പഠിപ്പിക്കേണ്ടത് ഒന്നുകിൽ BSc Ed ഫൗണ്ടേഷൻ, BA Ed ഫൗണ്ടേഷൻ, അല്ലെങ്കിൽ BCom Ed ഫൗണ്ടേഷൻ വേണം. അതാണ് വേണ്ടത്. ഇനിയും 3, 4, 5 ക്ലാസ്, 8 to 11 years ക്ലാസ്സിലേക്ക് പ്രിപ്പറേറ്ററി ആണ്. അപ്പം ഞാൻ 3, 4, 5 ക്ലാസ്സിലാണ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ, അത് സയൻസ് സബ്ജക്റ്റ് ആണെങ്കിൽ ഞാൻ എടുക്കേണ്ടത് BSc B.Ed ITEP പ്രോഗ്രാം പ്രിപ്പറേറ്ററി ആണ്. അതായത് അങ്ങനെ. അതുപോലെ മിഡിൽ 6, 7, 8 ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ മിഡിലാണ്, ITEP മിഡിൽ ആണ്. പിന്നെ 9, 10, 11, 12 4 അടുത്ത ലെവലിലേക്കുള്ളത് ITEP സെക്കൻഡറി ആണ്. അപ്പോൾ ഇങ്ങനെ 4 ലെവലിൽ 3 സ്ട്രീമിൽ 12 തരം B.Ed ആണ് വരുന്നത്. അപ്പം മറ്റ് ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാംസിനെ എല്ലാം റീപ്ലേസ് ചെയ്യാനായിട്ടാണ് ഇങ്ങനെ B.Ed വരുന്നത്. ഇപ്പോൾ ഇതിൽ ഒരു കോളേജിൽ ഇതൊരു BCom B.Ed പ്രിപ്പറേറ്ററിയും, അല്ലെങ്കിൽ ഒരു BSc B.Ed മിഡിലും എടുക്കാം. 1, 2 കോഴ്സസ് എടുക്കാം. അതല്ലാതെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള പ്രോഗ്രാംസ് കാണില്ല. അപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. നിലവിൽ നമുക്കിപ്പം നമ്മൾ സെറ്റ് എക്സാം എഴുതാറുണ്ട്. ഇപ്പം കേറ്റിട്ട്, സെറ്റ്, നെറ്റ് ഒക്കെ നമ്മൾ എടുക്കണം. അപ്പം അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെയായിരിക്കും? ഈ നിലവിലുള്ളവർക്കൊന്നും ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഇതിപ്പം സ്റ്റാർട്ട് ചെയ്ത പറഞ്ഞാൽ കേരളത്തിൽ ഒരു പൈലറ്റ് പ്രോജക്റ്റ് എന്ന രീതിയിൽ 2023-24 അക്കാഡമിക് ഇയർ മുതൽ ഇന്ത്യയിൽ മൊത്തത്തിൽ 50 ഇൻസ്റ്റിറ്റ്യൂഷനിൽ ITEP സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബാച്ചും ഇറങ്ങിയിട്ടില്ല.
23-24 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. കേരളത്തിൽ കാസർഗോഡ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലും കാലിക്കറ്റ് NIT-യിലും ചിന്മയ വിശ്വവിദ്യാപീഠം ആ 3 സ്ഥലങ്ങളിൽ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങിയിട്ടില്ല ഐറ്റപ്പ്. അത് പൈലറ്റ് പ്രോജക്റ്റ് പോലെയാണ്. ഇപ്പോൾ ഐറ്റപ്പിന് മറ്റ് ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. മലപ്പുറത്ത് 2 കോളേജിൽ ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പെർമിഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഇതിൻ്റെ ഉള്ള ഒരു കൺഫ്യൂഷൻ, ഇത് B.Ed കോളേജുകളിലാണോ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനുണ്ട്. അതിനകത്തൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പോളിസി എന്താണോ അതിനനുസരിച്ച് അത് വരും. ആ രീതിയിലാണ് ഡിഗ്രിയോടുകൂടി B.Ed പഠിക്കുക. അപ്പോൾ ഡിഗ്രി ഒരു സബ്ജക്റ്റിലും ഡിഗ്രി പ്ലസ് ഒരു എഡ്യൂക്കേഷനിലുള്ള ഡിഗ്രി, ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് മിനിമം ക്വാളിഫിക്കേഷൻ 2030 ഐറ്റപ്പായി മാറും. അതോടൊപ്പം തന്നെ 1 ഇയർ B.Ed-ഉം 2 ഇയർ B.Ed-ഉം ഒക്കെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു പലർക്കും ഉള്ള ഒരു സംശയം നമുക്ക് അറിയാം. അതായത് ഇപ്പം ഇനി മുതൽ മാം പറഞ്ഞതുപോലെ തന്നെ പുതുക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം അനുസരിച്ച് നമ്മുടെ ഡിഗ്രിയും ഒക്കെ മാറിയ സമയത്ത് നമുക്കിപ്പം FIUGP പ്രകാരം നമുക്കിപ്പം 4 ഇയർ ഡിഗ്രി എടുത്തവർക്ക് 1 ഇയർ B.Ed കോഴ്സ് എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പം അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ നിലവിലത്തെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവുമായിട്ട് ഈ ഐറ്റപ്പ് എങ്ങനെ മാറി നിൽക്കുന്നു എന്നുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾക്ക് നമുക്ക് എന്തായാലും ഉത്തരം കൊടുക്കേണ്ടതായിട്ടുണ്ട്. പാട്ടുകൾക്ക് ശേഷം നമുക്ക് അങ്ങോട്ട് കൊടുത്താലോ? ഓക്കെ. അപ്പൊ എന്തായാലും പാട്ടുകൾക്ക് ശേഷം ഇനിയും ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ കേട്ടു. ഐറ്റപ്പ് എങ്ങനെയാണ് വ്യത്യസ്തമായി നിൽക്കുന്നത്? 4 തരത്തിലുണ്ട്. ഐറ്റപ്പ് ഫൗണ്ടേഷൻ, ഐറ്റപ്പ് പ്രിപ്പറേറ്ററി ഉണ്ട്, ഐറ്റപ്പ് മിഡിൽ, ഐറ്റപ്പ് സെക്കൻഡറി തുടങ്ങിയ കോഴ്സുകൾ മാം പറഞ്ഞു. ആൻഡ് ഇതെങ്ങനെയാണ് നമ്മുടെ FIUGP അനുസരിച്ച്, അതായത് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം ഓണേഴ്സ് ഡിഗ്രിക്ക് ശേഷം B.Ed 1 ഇയർ ആകുന്നു. അപ്പം അതും ഇതും തമ്മിൽ എങ്ങനെ വ്യത്യസ്തമായി നിൽക്കുന്നു, ഈ ഒരു കാര്യം കൂടെ നമുക്കൊന്ന് കേട്ടറിയാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഉയരെയാണ്. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. നമ്മൾ ഇന്ന് ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടീച്ചേഴ്സ് ആവാനായിട്ട് പഠിപ്പിക്കുന്ന ആ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുറേയേറെ മാറ്റങ്ങൾ വരാനായിട്ട് പോകുന്നു. ഈ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടറിയുന്നു. ഇപ്പോൾ B.Ed-ൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, എന്തൊക്കെയാണ് അവർ പഠിക്കുന്നത് തുടങ്ങിയതൊക്കെ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മുമ്പേ കേട്ടത് ഐറ്റപ്പിനെ കുറിച്ചാണ് കേട്ടത്. 2030 ചില മാറ്റങ്ങൾ ഈ ഒരു കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ഒരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വരും. അതോടൊപ്പം തന്നെ വന്നൊരു സംശയമാണ്, അയ്യോ അപ്പോൾ 4 ഇയർ UG പ്രോഗ്രാം അനുസരിച്ച് ഇപ്പം ഓണേഴ്സ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ 1 ഇയർ B.Ed ചെയ്യാമല്ലോ, അതും 4 വർഷം ഇതും 4 വർഷം, അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം എന്താണ് എന്നുള്ളത് പലർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പം മാം എന്താണ് ആ വ്യത്യാസങ്ങൾ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തീർച്ചയായിട്ടും. ഐറ്റപ്പ് എന്ന് പറഞ്ഞാൽ +2 കഴിഞ്ഞിട്ട് നേരെ പോകുന്ന ഡിഗ്രി പ്ലസ് B.Ed എന്ന ഒറ്റ ഇൻ്റഗ്രേറ്റഡ് കോഴ്സായിട്ടാണ് ഐറ്റപ്പ് വരുന്നത്. അതേസമയം ഈ FIUGP കഴിഞ്ഞ് ഇറങ്ങുന്നവർക്ക് വേണ്ടി 2026-27 അക്കാഡമിക് ഇയർ മുതൽ 1 ഇയർ B.Ed തിരിച്ചു വരുന്നു. നമ്മൾ 2015 1 ഇയർ B.Ed നിർത്തലാക്കിയിട്ട് 2 ഇയർ B.Ed-ലേക്ക് മാറിയത്. അതിനുശേഷം 10 വർഷങ്ങൾ 11 വർഷം കഴിയുമ്പോൾ വീണ്ടും 1 ഇയർ B.Ed സ്റ്റാർട്ട് ചെയ്യുന്നു. അത് റീസ്റ്റാർട്ട് ചെയ്യുകയാണ്. 2026-27 അക്കാഡമിക് ഇയർ മുതൽ ഈ FIUGP കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും PG കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും 1 ഇയർ B.Ed ഉണ്ടാകും എന്നാണ് ഇപ്പോഴത്തെ നിലവിലുള്ള ഇപ്പോഴത്തെ തീരുമാനം. അതാണ്. അപ്പൊ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എങ്ങും. 2026-27 അക്കാഡമിക് ഇയർ മുതൽ 1 ഇയർ B.Ed സ്റ്റാർട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ നിലവിലുള്ള 2 ഇയർ B.Ed കണ്ടിന്യൂ ചെയ്യും. 3 ഇയർ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവരുണ്ട്. ഓൾറെഡി 3 ഇയർ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് B.Ed ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 2 ഇയർ B.Ed കണ്ടിന്യൂ ചെയ്യും. PG-കാർക്കും FIUGP കഴിഞ്ഞ് ഇറങ്ങുന്നവർക്കും വേണ്ടി 1 ഇയർ B.Ed സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് ഇയർ ഓൺവേർഡ്സ്. പ്ലസ് 12 തരം B.Ed-ഉമായിട്ട് വെറൈറ്റി B.Ed-ഉമായിട്ട് ഐറ്റപ്പ് രംഗത്തെത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏത് വേണം എന്നുള്ളത് കുട്ടികൾക്ക് ചൂസ് ചെയ്യാം. അവർക്ക് ഇഷ്ടംപോലെ ചോയ്സസ് ആണ് ഇനി മുന്നിലുള്ളത്. കുട്ടികളുടെ മുമ്പിൽ വലിയ വിശാലമായ ലോകമാണ് തുറക്കുന്നത്. ഓക്കെ. ഇപ്പം ആ ഒരു സംശയം തന്നെ, ഇപ്പം ഐറ്റപ്പിനെ കുറിച്ച് മാം പറഞ്ഞു +2 കഴിഞ്ഞവർക്കുള്ളതാണെന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഡിഗ്രി കഴിഞ്ഞവർക്കും നമുക്ക് ഐറ്റപ്പ് അല്ലേ? ഒരാൾ ചിലപ്പോൾ ടീച്ചർ ആകണമെന്ന് തീരുമാനിക്കണമെന്നില്ല. പലരും ടീച്ചർ ആകാൻ തീരുമാനിക്കുന്നത് ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പലരും ടീച്ചർ ആകാൻ തീരുമാനിക്കുന്നത് PG കഴിയുമ്പോഴാണ്, അല്ലെങ്കിൽ മിനിമം ഡിഗ്രി കഴിയുമ്പോഴാണ് ചിലപ്പോൾ ടീച്ചറായാൽ കൊള്ളാം എന്നൊരാഗ്രഹം, അല്ലെങ്കിൽ PG കഴിയുമ്പോഴാണ്
ആണ് മിക്കവാറും ഉറപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉറപ്പിക്കുന്നവർക്ക് വേണ്ടി 1 year B.Ed അവിടെ ഉണ്ടാകും. എന്നാൽ നേരത്തെ ഡിഗ്രി കഴിഞ്ഞ് 3 year ഡിഗ്രി കോഴ്സസ് കഴിഞ്ഞ് നിൽക്കുന്നവർക്ക് പഠിക്കണമെങ്കിൽ 2 year B.Ed കണ്ടിന്യൂ ചെയ്യും. +2 കഴിയുമ്പോൾ പോകണം എന്നുള്ളവർക്ക് വേണ്ടി കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി 4 year ഇന്റഗ്രേറ്റഡ് B.Ed പ്രോഗ്രാമും ഉണ്ടാകും. അങ്ങനെ നിരവധി ഓപ്ഷൻസ് കുട്ടികളുടെ മുമ്പിൽ കുറച്ചും കൂടെ ലോകം വിശാലമായി പല വാതിലുകൾ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഞാനിപ്പം ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ B.Ed അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പലർക്കും ഉണ്ടാവുന്ന ഒരു സംശയമാണ്. ചിലപ്പോൾ പറയും ഡിഗ്രി കഴിഞ്ഞ ഉടനെ B.Ed ചെയ്യുന്നതാണ് നല്ലത്, അതാകുമ്പോൾ കൂടുതൽ നമുക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ഈസിയാണ്. ഇപ്പം PG കഴിഞ്ഞവർക്കാണ് കുറച്ചും കൂടെ B.Edന് കിട്ടാനായിട്ട് സാധ്യത കൂടുതൽ എന്നും പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ർക്കുള്ള സാധ്യത ഇച്ചിരി കുറവാണ്, അവരുടെ തട്ടി ഇച്ചിരി ഒന്ന് പൊങ്ങിയിരിക്കും എന്നുള്ളത് ഇങ്ങനെ കേട്ടത്. അപ്പം മാമിനെ സംബന്ധിച്ച് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്? നമ്മൾ ഇപ്പോൾ ഉള്ളൊരു അനുഭവത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 90% സ്റ്റുഡൻസും PG കഴിഞ്ഞവരാണ് വരുന്നത്. PG കഴിഞ്ഞവർക്ക് റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അവർക്ക് അതിന് വെയിറ്റേജ് ഉണ്ട്. PGയുടെ ഒരു വെയിറ്റേജ് ഒരു 15 മാർക്സ് കിട്ടും. ആ വെയിറ്റേജും കൂടെ കൂടി ഇപ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറച്ചും കൂടെ കൂടും. ഡിഗ്രിയുടെ മാർക്കിനോട് കൂടി PGയുടെ വെയിറ്റേജും കൂടെ ആകുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കിട്ടുമ്പോൾ അവർക്ക് കൂടുതൽ നല്ല കോളേജിലേക്ക് കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതലാണ്. ഡിഗ്രിക്ക് നല്ല മാർക്കുള്ളവർക്ക് അത് വെച്ച് കിട്ടും. NCCയുടെയും NSSന്റെയും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിന് വെയിറ്റേജ് ഉണ്ട്. എക്സ് സർവീസ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞും B.Edന് പഠിക്കാം, PG കഴിഞ്ഞും B.Edന് പഠിക്കാം. പിന്നെ PG കഴിഞ്ഞ് B.Edന് വരുന്നവർക്ക് ഉള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ B.Ed കഴിഞ്ഞ് അവർക്ക് നേരെ ടീച്ചറായിട്ട് അങ്ങ് ജോലിയിൽ കയറാം. അപ്പൊ വളരെ ഫ്രഷ് ആയിട്ട് ടീച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങാം. B.Ed കഴിഞ്ഞിട്ട് പിന്നെ PGക്ക് പോകുമ്പോൾ വീണ്ടും ഈ ഡിഗ്രി വരെയുള്ള സബ്ജക്റ്റും B.Edന്റെ സബ്ജക്റ്റും ഡിഫറൻ്റ് ആണ്. ഡിഫറൻ്റ് ആകുമ്പോൾ പ്രത്യേകിച്ച് സയൻസ് പോലെയുള്ള സബ്ജക്റ്റിൽ 2 വർഷ ഗ്യാപ്പ്, ടോട്ടലി ഡിഫറൻ്റ് ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ട് 2 വർഷ ഗ്യാപ്പിന് ശേഷം പോയി വീണ്ടും PG ചെയ്യുമ്പോൾ കുറച്ച് നാളത്തേക്ക് ആദ്യത്തെ ഒരു 1-2 മാസം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ട്രാക്കിലേക്ക് വരാൻ. മറ്റേ ഡിഗ്രി കഴിഞ്ഞ് നേരെ PGക്ക് പോകുമ്പോൾ അവർ അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. ഇവിടെ ആ ഒരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് അല്ല പഠിപ്പിക്കുന്നത്, സബ്ജക്റ്റിനെ എങ്ങനെ പഠിപ്പിക്കാം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ടീച്ചറാകണം എന്ന മനസ്സ് ഉറച്ച് ഇറങ്ങുന്നവർക്ക് PG കഴിഞ്ഞ് B.Edന് വരുന്നത് കുറച്ചും കൂടെ നല്ലതാണെന്ന് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഡിഗ്രി കഴിഞ്ഞ് B.Edന് വന്നിട്ട് PGക്ക് പോയി റാങ്ക് മേടിച്ച കുട്ടികൾ നമ്മളുടെ ഉണ്ട്. അപ്പൊ അത് അങ്ങനെ ഇതിനെല്ലാം നമുക്കൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വെല്ലിങ്നെസ്സും ഉണ്ടെങ്കിൽ ഒന്നും ഒരു തടസ്സമല്ല. നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ ചൂസ് ചെയ്യാം. അതെ, നമ്മുടെ സാഹചര്യം അനുവദിക്കുന്ന വിധത്തിൽ നമ്മൾക്ക് B.Ed പഠിക്കാമെന്നുള്ളതാണ്. ഓക്കെ, B.Ed അവിടെ ഉണ്ട് അല്ലേ? അവിടെ ഉണ്ട്. പഠിപ്പിക്കാനായിട്ട് പഠിക്കുന്ന ആ പ്രോഗ്രാം അവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും അതിനോട് താല്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്ന് ഉയരയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനിയും ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനായിട്ടുണ്ട്. അപ്പൊ എന്തായാലും മിസ് ഇങ്ങനെ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിരിക്കുമ്പോഴേ സംശയങ്ങൾ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ എന്തായാലും കേൾക്കാം പാട്ടുകൾക്ക് ശേഷം ഉയരയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് RJ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം. നമ്മൾ ചായ കുടിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ B.Ed കോളേജിൻ്റെ അതുവഴി നടന്നാണ് പോകുന്നത്. ഉച്ചയ്ക്ക് കഴിക്കാനാണെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ ആ ഒരു വഴിയാണ് പോകുന്നത്. അപ്പം എല്ലാ ആഴ്ചയിലും എപ്പോഴും അവിടെ നിന്ന് ഇപ്പോഴും പാട്ടും മേളം. അപ്പം ഞാൻ അറിയിക്കും ദൈവമേ, ഇവിടെ ബാക്കിയുള്ള കോളേജുകളെ അപേക്ഷിച്ച് ഇവർക്ക് നല്ല രസമായിരിക്കുമല്ലോ, ജോളിയോ ജിംഖാനയാണല്ലോ എന്നുള്ളത്. അങ്ങനെ അപ്പം അതിനുശേഷം നമ്മളിപ്പോൾ B.Edനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പം മനസ്സിലായി എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ട് താനും. അപ്പം എന്താണ് ഈ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൻ്റെ ഒരു ആവശ്യകത, എന്താണ്, എന്തുകൊണ്ടാണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറയാമോ? ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബഹുമുഖ പ്രതിഭയായിരിക്കണമെന്നാണ്. അധ്യാപകന് സ്കൂളിൽ ചെന്നാൽ കുട്ടികളെ പഠിപ്പിക്കുക മാത്രമല്ല, സ്കൂളിൽ വേറെ നിരവധിയായ പ്രോഗ്രാംസ് ഉണ്ട്. സ്കൂളിൽ നമ്മൾക്ക് ആർട്സ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യണം, സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യണം, NSSന്റെ ഒക്കെ ക്യാമ്പ് വന്നാൽ അത് കണ്ടക്ട് ചെയ്യണം, അവർ ലീഡർഷിപ്പ് എടുക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ കാണാം. അപ്പോൾ ഇതിനെല്ലാം കുട്ടികളെ പ്രാപ്തരാക്കുന്ന വിധത്തിലാണ് B.Edന്റെ പ്രോഗ്രാംസ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ കരിക്കുലർ ആക്ടിവിറ്റീസിനോടൊപ്പം
ഒപ്പം പോകുന്ന ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് നമ്മൾ ബി എഡിൻ്റെ പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു ടീച്ചറിന് ഉണ്ടാകേണ്ടത് സ്റ്റേജ് ഫിയർ മാറുക എന്നുള്ളതാണ്. നമ്മൾ ക്ലാസ്സിൽ ഇരിക്കാൻ എളുപ്പമാണ്, പക്ഷേ ആ ക്ലാസ്സിൻ്റെ മുമ്പിൽ എണീറ്റ് വന്നൊന്ന് സംസാരിക്കാൻ അല്പം ഡിഫിക്കൽട്ടാണ് തുടക്കത്തിൽ. ഇപ്പം നിങ്ങളെപ്പോലുള്ള ആർജകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല, ഒരു സ്റ്റേജ് ഫിയർ ഉണ്ടാവില്ല. പക്ഷെ അതുപോലെയല്ല, സാധാരണ രീതിയിൽ വരുന്ന കുട്ടികൾക്ക് സ്റ്റേജ് ഫിയർ ഉണ്ട്. അപ്പോൾ ടീച്ചറിന് എപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യണം, അതേപോലെ തന്നെ സ്റ്റേജ് ഫിയർ ഒഴിവാക്കണം. അപ്പം നമ്മളുടെ പ്രോഗ്രാംസ് ഒക്കെ അങ്ങനെയാണ്. വന്ന് ആദ്യം തന്നെ നമ്മളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ സെഷൻ അങ്ങ് കൊടുക്കും. അവിടെ തുടങ്ങി ഐസ് ബ്രേക്കിംഗ് തുടങ്ങി ഇവരുടെ സ്റ്റേജ് ഫിയർ അങ്ങ് മാറ്റുക എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ സ്റ്റേജ് എപ്പോഴും ഇവർക്ക് ഓപ്പൺ ആണ്, അവർക്ക് ടാലന്റ് ഡേ ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ കുട്ടികളും സ്റ്റേജിൽ കയറിയിരിക്കും. അപ്പോൾ അങ്ങനെ അവരുടെ സ്റ്റേജ് ഫിയർ മാറുന്നു. പിന്നെ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ഇവർക്കൊരു ആർട്ട് ആൻഡ് ഡ്രാമ ക്യാമ്പ് ഉണ്ട്. നമ്മളൊരു റെസിഡൻഷ്യൽ ക്യാമ്പ് പോലെ തന്നെ ആർട്ട് ആൻഡ് ഡ്രാമയുടെ ക്യാമ്പ് നടത്താറുണ്ട് നമ്മുടെ കോളേജിൽ. ഓരോ കോളേജിൽ ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഈ ആർട്ട് ആൻഡ് ഡ്രാമ ഒരു പ്രൊഫഷണൽ ഡ്രാമ ട്രെയിനർ തന്നെ വന്ന് നമ്മൾക്ക് ക്യാമ്പ് നടത്താറുണ്ട്. അപ്പോൾ അതായത് ഒരു അധ്യാപകൻ ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കണം, ഒരു ഡിബേറ്റർ ആയിരിക്കണം, ഒരു സ്പീക്കർ ആയിരിക്കണം, ഒരു പെർഫോമർ ആയിരിക്കണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ എങ്ങനെ നമ്മളുടെ സൗണ്ട് നന്നായി ഉപയോഗിക്കാൻ പറ്റും, കുട്ടികളിലേക്ക് ഇറങ്ങി കുട്ടികളുടെ അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യത്തക്ക രീതിയിൽ വോയിസ് മോഡുലേഷൻ എങ്ങനെ കൊണ്ടുവരാം, നമ്മളുടെ ഒരു സ്റ്റേജ് കിട്ടിയാൽ നമ്മൾക്ക് എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യാം. തന്നെയുമല്ല, സ്കൂളിൽ ചെല്ലുമ്പോൾ ആർട്സ് ഫെസ്റ്റിന് ഈ കുട്ടികളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കേണ്ടത് ഈ അധ്യാപകരാണ്. അപ്പോൾ ഈ ഒരു ഡ്രാമ ക്യാമ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല ചേഞ്ച് വരാൻ ഇവർ തന്നെ സ്ക്രിപ്റ്റ് എഴുതി ഇവർ ആ ക്യാമ്പിന്റെ ഒടുവിൽ ഡ്രാമ പെർഫോം ചെയ്യും, സ്റ്റേജ് പെർഫോമൻസ്. ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ആർട്സ് ഫെസ്റ്റ് നടത്തുന്നു, സ്പോർട്സ് മീറ്റ് നടത്തുന്നു. നമ്മൾ മറ്റു കോഴ്സിലൊക്കെ പഠിക്കുമ്പോൾ സ്പോർട്സ് മീറ്റ് നമ്മൾ ഇഷ്ടമുള്ളവർ പങ്കെടുക്കുന്നു, ഇഷ്ടമില്ലാത്തവർ പങ്കെടുക്കുന്നില്ല. ആർട്സ് ഫെസ്റ്റിനും അങ്ങനെ തന്നെയാണ്. പക്ഷെ ബി എഡിന് ഇതെല്ലാം കമ്പൽസറി പ്രോഗ്രാംസ് ആണ്. ഇവിടെ ജസ്റ്റ് സ്പോർട്സ് മീറ്റിൽ പങ്കെടുക്കുക മാത്രമല്ല, എങ്ങനെ ഒരു സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യാമെന്ന് പഠിക്കാനും കൂടെയാണ് കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത്. അത് ആ രീതിയിലാണ് അതിന്റെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്നത്. കുട്ടികൾ തന്നെയായിരിക്കും അതിന്റെ കമ്മിറ്റികൾ ഫോം ചെയ്യുന്നതും. അതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അവർക്കറിയാം. പല കമ്മിറ്റി ഫോം ചെയ്ത് അവർ ട്രാക്ക് വരയ്ക്കും. അവരൊരേ സമയം അവർ പങ്കെടുക്കും, അവർ ജഡ്ജസ് ആകും, അവർ ഒഫീഷ്യൽസ് ആകാം, ഒക്കെ ചെയ്യുന്നതാണ്. അത് ഈ ഒരു സ്പോർട്സ് മീറ്റ് കഴിയുമ്പോഴത്തെ എങ്ങനെ ഒരു സ്പോർട്സ് മീറ്റ് കണ്ടക്ട് ചെയ്യാം എന്നവർ പഠിക്കും. ഒരു ആർട്സ് ഫെസ്റ്റ് നടത്തുമ്പോൾ അവർ പങ്കെടുക്കുന്നതിനോ കുറഞ്ഞ സമയം കൊണ്ട് പ്രാക്ടീസിൽ എങ്ങനെ പങ്കെടുക്കാമെന്നും അതോടൊപ്പം തന്നെ ഒരു ആർട്സ് ഫെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് അവർ പഠിക്കും. മനസ്സിലായത് നമ്മളെ ഈ യൂത്ത് ഫെസ്റ്റിവലിലൊക്കെ ടീച്ചർ ഞങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണതൊക്കെ പറയുമ്പോൾ ടീച്ചർമാരത്തൊക്കെ കഴിഞ്ഞിട്ട് വന്നോട്ടെ ഇത്ര സമയമൊക്കെ മതി. വളരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയാണ് ബി എഡ് പ്രോഗ്രാമിൽ ചെയ്യുന്നത്. ഇപ്പോഴല്ലേ ടെക്നിക്ക് ഇതൊക്കെ കഴിഞ്ഞു വന്നവരായോണ്ട് ഇത്ര സമയമൊക്കെ മതി, അതിൽ പഠിക്കാനായിട്ട് പറ്റുമെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട്. സ്കോറിംഗ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ പ്രിപ്പയർ ചെയ്യുന്നത് എല്ലാം ഇവരാണ്. നമ്മൾ മറ്റു കോഴ്സിനാണെങ്കിൽ പോയി പങ്കെടുക്കുക, സർട്ടിഫിക്കറ്റ് മേടിക്കുക, പോരുക. ഇത് അങ്ങനെയല്ല. അതിന്റെ ജഡ്ജ്മെന്റ് ക്രൈറ്റീരിയ, ജഡ്ജസിന് എന്തൊക്കെ കൊടുക്കണം, അതിന്റെ സ്കോർ ഷീറ്റ് എങ്ങനെ തയ്യാറാക്കണം, എല്ലാം ഇവർക്കറിയാം. ഇവർ അങ്ങനെ ഒരേ സമയം തന്നെ അവർ പങ്കെടുക്കുകയും അവർ തന്നെ അതിന്റെ ഓർഗനൈസേഴ്സായി മാറുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവർക്ക് ക്യാമ്പുണ്ട്, ഒരു റെസിഡൻഷ്യൽ ക്യാമ്പ്. NSS കൂടെ കോളേജുകളിൽ ഉണ്ടെങ്കിൽ 7 ഡേ കമ്മ്യൂണിറ്റി ലിവിങ് ക്യാമ്പ് ഉണ്ട്. അപ്പോൾ ആ ക്യാമ്പ് കംപ്ലീറ്റ് ആയിട്ട് പ്ലാൻ ചെയ്യുന്നത് ഇവരാണ്. ക്യാമ്പിൽ ഓരോ ദിവസവും കുക്കിംഗ് പ്രോഗ്രാം, റിസോഴ്സ് പേഴ്സൺസിനെ ഓർഗനൈസ് ചെയ്യുന്നത്, അവർക്കുള്ള എല്ലാ ഫെസിലിറ്റീസും ചെയ്യുന്നത്, എല്ലാ ദിവസവുമായിട്ട് ക്യാമ്പ് ഫെയർ, ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് കുട്ടികളാണ്. ടൂറുണ്ട്, അതും കമ്പൽസറി പ്രോഗ്രാമാണ്. ഇതിനൊക്കെ മാർക്കും ഉണ്ട് ഇവർക്ക്. ടൂറിന് മാർക്ക്, ക്യാമ്പിന് മാർക്ക്, അങ്ങനെയാണെങ്കിൽ അവർക്ക് കൂടുതൽ ചെയ്യാനായിട്ടൊരു ആവേശം വരുന്നത്. അപ്പോൾ ഇവിടെ ടൂർ ടീച്ചേഴ്സ് ഒരിക്കലും ഓർഗനൈസ് ചെയ്യില്ല. നമ്മൾ വേണ്ട ഗൈഡൻസ് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ആ ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് തൊട്ട് പലതരം കമ്മിറ്റികൾ ഫോം ചെയ്ത് അത് എവിടെ എങ്ങനെ ഓരോ ഡെസ്റ്റിനേഷൻസിൻ്റെയും പ്രോസ് ആൻഡ് കോൺസ് ഒക്കെ അവർ തന്നെ കണ്ടെത്തും. അവിടെയുള്ള ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അവിടെ എവിടെ സ്റ്റേ ചെയ്യണം, ഇവിടുന്ന് എപ്പോൾ പുറപ്പെടണം, ഓരോ സ്ഥലത്തും കാണാൻ എന്തൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളും അവർ തന്നെ പ്ലാൻ ചെയ്യുന്നു. അതിനനുസരിച്ച് അവർ ടൂർ കമ്മിറ്റി ഉണ്ട്, അങ്ങനെ പ്ലാൻ ചെയ്യുന്നു. അതിൻ്റെ പൈസ പിരിക്കുന്നത് അവരാണ്, പാക്കേജ് കണ്ടെത്തുന്നത് അവരാണ്, ഇതിന് ടൂറിൻ്റെ ഇറ്റിനറി പ്രിപ്പയർ ചെയ്യുന്നത് വരെ അവരാണ്. അടിപൊളി. അപ്പോൾ അവർ ടൂർ ഓർഗനൈസ് ചെയ്യാനും ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാനും നടത്താനും സ്പോർട്സ് മീറ്റ് നടത്താനും എല്ലാം ഇവർ പഠിക്കുക. അപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ബി എഡ് കോഴ്സിലുണ്ട്. നാളെ സ്കൂളിൽ ചെന്ന് ഇവരിതൊക്കെ ചെയ്യേണ്ടവരാണ്. കുട്ടികളെ സ്കൂളിൽ ചെന്ന് അതെ സ്കൂളിൽ ചെന്ന് ഇതൊക്കെ ഇവർ നടത്തണമല്ലോ. അപ്പോൾ അതിന് സ്പെഷ്യൽ ട്രെയിനിങ് പിന്നീട് ഉണ്ടാവില്ല. ഇതെല്ലാം ബി എഡിന്റെ ഭാഗമായിട്ട് ഇവർക്ക് കൊടുക്കും. ഓക്കെ, അപ്പൊ എന്തിനും പ്രാപ്തരാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ബി എഡ് പ്രോഗ്രാമിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്നുള്ളത് നമ്മൾ കേട്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി പാട്ടാണ് സർഗ
സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. ബി എഡിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇതേ കേട്ട് അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതിനു വേണ്ടി ഇങ്ങനെ പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർ എനിക്കൊന്ന് ബി എഡ് പഠിച്ചാൽ മതി എന്നുള്ളൊരു മൂഡിലെത്തി കാണാത്ത അത്രയും ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം ഇഷ്ടപ്പെട്ട് പഠിക്കുകയാണെങ്കിൽ ബി എഡ് വളരെ അടിപൊളിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇടവേള സമയത്ത് പോലും നമ്മുടെ പ്രവീണ മാം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. യെസ്, നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം. മാം, നമ്മൾ ഈ ഒരു ബി എഡ് പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബി എഡിനെ കുറിച്ച് നമ്മൾ ഏകദേശം ഒന്ന് പറഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കിടക്കുകയാണ്. എം എഡ് പഠിക്കുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്, എം എഡ് പഠിച്ചാൽ ഉണ്ടാവുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറയാമോ? തീർച്ചയായിട്ടും. ബി എഡ് 2 ഇയർ ആക്കിയപ്പോൾ മുതൽ എം എഡും 2 ഇയർ, ഫ്രം 2015 ഓൺവേർഡ്സ് ബി എഡും എം എഡും 2 ഇയർ ആണ്. ഓക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും 4 വർഷം പഠിക്കണം എന്നുള്ളത് കൊണ്ട് എം എഡിന് കുറച്ചൊന്ന് ജനസംഖ്യ കുറഞ്ഞു, എം എഡിന്റെ ജനസംഖ്യ ഒന്ന് കുറഞ്ഞു. പക്ഷേ എം എഡ് പഠിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ഇല്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് ശരിക്കും എം എഡ് പഠിക്കാൻ ആഗ്രഹിച്ചു വരുന്ന കുട്ടികളെ എം എഡ് കഴിഞ്ഞിട്ട് എഡ്യൂക്കേഷന്റെ നെറ്റ് ക്ലിയർ ചെയ്ത് റിസർച്ചിലേക്ക് പോകുന്ന എത്രയും വേഗം ഡോക്ടറേറ്റ് നേടുന്ന ഒരുപാട് പേരുണ്ട്. എഡ്യൂക്കേഷനിൽ PhD നേടി അവർക്ക് ഒരുപാട് ഫീൽഡിൽ അവർക്ക് ഓപ്പർച്യൂണിറ്റി, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് പലപ്പോഴും PhD ഉള്ളവരെയാണ് എടുക്കുന്നത് കോളേജുകളിലേക്ക്. അപ്പൊ അവിടേക്ക് പോകാം. ബി എഡ് കോളേജുകളിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എം എഡിന്റെ കൂടെ നെറ്റും കൂടെ ക്ലിയർ ചെയ്താൽ ഉറപ്പായിട്ടും എം എഡ് നെറ്റും ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ വെറുതെ നിൽക്കേണ്ട ഒരു സാഹചര്യമൊന്നും വരില്ല. പിന്നെ ഇപ്പൊ ഐറ്റപ്പ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ എം എഡ് കഴിഞ്ഞവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. കാരണം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലും ഐറ്റപ്പ് തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ വേക്കൻസീസ് ഉണ്ടാവും. ടീച്ചേഴ്സിന് കൂടുതൽ ആവശ്യമുണ്ട്. ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിനെ എം എഡ് കഴിഞ്ഞാൽ പിന്നെ ഒരു ടീച്ചേഴ്സ് അല്ല, ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പൊ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആണ്. ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിന് തീർച്ചയായിട്ടും ഒരുപാട് ഡയറ്റ് CRTയിൽ അതേപോലെ ഒരുപാട് ഐറ്റപ്പ് തുടങ്ങുന്നതോടുകൂടി ഒരുപാട് ഓപ്ഷൻസ് അവർക്കും ഉണ്ട്. പിന്നെ എം എഡുകാർക്ക് എപ്പോഴും മറ്റ് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ്, അതായത് ഈ ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റുകളിൽ നിന്ന് എം എഡുകാർക്ക് എക്സംഷൻ ഉണ്ട്. സെറ്റ്, കേറ്ററ്റ് എന്നിവയിൽ നിന്നും എം എഡ് കഴിഞ്ഞവർക്ക് എക്സംഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിനുവേണ്ടി മാത്രം എം എഡിന് പഠിക്കാൻ വരുന്നവരും ഉണ്ട്. പക്ഷെ ശരിക്കും എം എഡ് പഠിക്കുമ്പോൾ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡോട് കൂടി എം എഡ് പഠിക്കണം, അങ്ങനെ പഠിക്കുന്നതാണ് നല്ലത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നമ്മൾ സെറ്റിൽ നിന്ന് ഒഴിവാകാനല്ല എം എഡ് പഠിക്കേണ്ടത്. അങ്ങനെ ഒരു പ്രിവിലേജ് അവർക്കുണ്ട്. പക്ഷേ അങ്ങനെയല്ല, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡോടുകൂടി പഠിച്ച് നെറ്റ് ക്ലിയർ ചെയ്ത് PhD എടുത്ത്, അതായത് എഡ്യൂക്കേഷൻ ഡോക്ടറേറ്റ് ഉള്ളവരായി മാറുന്ന നല്ല അധ്യാപകർ, അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ എം എഡിൻ്റെ ഇമ്പോർട്ടൻസ് ഒട്ടും കുറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ അവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽ ബി എഡ് 1 ഇയർ ബി എഡ് തിരിച്ചു വരുമെന്ന് പറയുന്നത് പോലെ തന്നെ 1 ഇയർ എം എഡും തിരിച്ചു വരുന്നുണ്ട്. 1 ഇയർ എം എഡ് തിരിച്ചു വരുന്നു. 2 ഇയർ എം എഡ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പോൾ സർവീസിൽ ഇരിക്കുന്നവർക്ക് വേണ്ടി പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനായിട്ട് 2 ഇയർ എം എഡ് കണ്ടിന്യൂ ചെയ്യുകയും 1 ഇയർ എം എഡ് റെഗുലർ എം എഡ് ആയിട്ട് വരികയും അടുത്ത അക്കാഡമിക് ഇയർ മുതൽ അതും ഇംപ്ലിമെന്റ് ചെയ്യും. NEP 2020 സജഷൻസിൽ ഒന്നാണത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എം എഡും 1 ഇയർ ബി എഡും 1 ഇയർ എം എഡും തിരിച്ചു വരുന്നു. പിന്നെ വെറൈറ്റി ഓഫ് ബി എഡ് ഉണ്ട്, ഐറ്റപ്പ് ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ അധ്യാപക മേഖലയിലേക്ക് കയറുന്നവർക്ക് അവരവരുടെ അഭിരുചിക്ക് അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് ഇപ്പോൾ. യെസ്, അപ്പം എന്തായാലും എല്ലാവരെയും വെൽക്കം ചെയ്തുകൊണ്ട് നമ്മുടെ ബി എഡ് പ്രോഗ്രാമും ഐറ്റപ്പ് പ്രോഗ്രാമും ഒക്കെ അത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. എന്തായാലും 15 വർഷക്കാലമായി മാം ഇപ്പം ടീച്ചർ എഡ്യൂക്കേറ്റർ എന്നുള്ള ആ ഒരു തസ്തികയിൽ നിൽക്കുന്നു. എങ്ങനെയുണ്ട് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ചോദിക്കുവാണെങ്കിൽ? ഇപ്പം ടീച്ചർ ആവാനായിട്ട് കുറേ പേരെ ഇങ്ങനെ അധ്യാപകരാക്കി വിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. സോ എന്തുണ്ട് മാമിൻ്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? തീർച്ചയായിട്ടും എനിക്ക് ഇന്ന് വരെ ഒരിക്കൽ പോലും ഇതാകണ്ടായിരുന്നു എന്ന് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. ഈ 15 വർഷത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും എനിക്കൊരു ബി എഡ് കോളേജ് അധ്യാപികയായതിൽ ഒരിക്കൽ പോലും എനിക്കൊരു തിരിച്ച് അത് വേണ്ടായിരുന്നു, എനിക്ക് മറ്റൊരു ഫീൽഡിൽ പോകാമായിരുന്നു ചിന്തിക്കേണ്ട ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടായിട്ടില്ല. വളരെ സന്തോഷമാണ്. നമ്മൾ വളരെ സാറ്റിസ്ഫാക്ഷനോടുകൂടി സന്തോഷമായി ജോലി ചെയ്യുന്നു. നമ്മൾ പഠിപ്പിച്ച് വിട്ടവർ പല ഫീൽഡിൽ അധ്യാപകരായിട്ട് വരുമ്പോൾ അവരുടെ അധ്യാപകരായ നമ്മൾക്ക് ഒരുപാട് സന്തോഷമാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരും. ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് റെമ്യൂണറേഷൻ മാത്രമല്ല, ജോബ് സാറ്റിസ്ഫാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം തീർച്ചയായിട്ടും പിന്നെ വളരെ ഡിസിപ്ലിൻ പ്രോബ്ലംസ് കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ബി.എഡ് കോളേജസ്. ബി.എഡ് കോളേജിലെ കുട്ടികൾക്ക് വളരെ മെച്യൂർഡ് ആണ്. അവരായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. പിന്നെ വളരെ സ്നേഹമുള്ള കുട്ടികൾ. പിന്നെ നമുക്ക് അവരെ ഒരു ഈക്വലി നമുക്ക് അവരെ കൺസിഡർ ചെയ്യാനായിട്ട് പറ്റും. നമ്മോടൊപ്പം തന്നെ അവരും അധ്യാപകരാണ്. അപ്പോൾ ഒരു നല്ല റാപ്പോ ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ഇവരൊക്കെ നല്ല നല്ല ഫീൽഡിൽ പോയി എക്സൽ ചെയ്ത് അവരുടെ ടീച്ചേഴ്സായിട്ട് വളരെ പ്രൗഡ് ഫീലിങ്ങോടുകൂടി നമ്മൾക്ക് എപ്പോഴും ഇരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഫേമസ് കോട്ടുണ്ട്, ഒരു മീഡിയേക്കർ ടീച്ചർ ടെൽസ്, ആവറേജ് ടീച്ചർ എക്സ്പ്ലെയിൻസ്, സുപ്പീരിയർ ടീച്ചർ ഡെമോൺസ്ട്രേറ്റ് ആൻഡ് ഗ്രേറ്റ് ടീച്ചർ ഇൻസ്പയർസ് എന്ന്. അപ്പോൾ ഗ്രേറ്റ് ടീച്ചേഴ്സിനെയാണ് നമ്മൾ മോൾഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന ഒരുപാട് നല്ല അധ്യാപകരെ ഈ സമൂഹത്തിന് കൊടുക്കാൻ ഞങ്ങളെക്കൊണ്ട് സാധിക്കുന്നു എന്നുള്ളത് എന്നും ഏറ്റവും അഭിമാനത്തോടെ ഞങ്ങൾ കാണുന്നു. ഇന്ന് വരെ ഒരിക്കൽ പോലും ഒരു മടുപ്പ് തോന്നാതെ ഏറ്റവും സന്തോഷത്തോടെ ഏറ്റവും തൃപ്തിയോടെ സംതൃപ്തരായിട്ട് ഞങ്ങളിവിടെ ജോലി ചെയ്യും. താങ്ക് യു സോ മച്ച്. ആൻഡ് ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിൻ്റെ, കാരണം നമ്മളൊക്കെ ഓരോ സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം വരാനായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അത് പഠിപ്പിക്കുന്ന ചില അധ്യാപകർ കൂടിയാണ്. എനിക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇപ്പോൾ പലർക്കും ഒരു സബ്ജക്റ്റ് ഇഷ്ടമാവാനായിട്ടുള്ള ഒരു റീസൺ അത് ചിലർ പഠിപ്പിക്കുന്ന രീതി കൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് ഇടം പിടിച്ച് കുറേ അധ്യാപകരുണ്ട്. അപ്പം എന്തായാലും ആ അധ്യാപകരെ അങ്ങനെയാക്കി മാറ്റിയ നിങ്ങൾ ഓരോ ടീച്ചർ എഡ്യൂക്കേറ്റേഴ്സിനും നന്ദി പറയുന്നു. ഇനി പാട്ടാണ് സർഗക്ഷേത്ര 89.6 FM ഉയരെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. പറക്കാൻ കൊതിക്കുന്നവർക്ക് ചിറകായി ഉയരെ. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മാത്തമാറ്റിക്സ് ഫ്രം സെന്റ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം. മാം, നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് മാമിന് എന്താണ് ഇനി നമ്മുടെ ഈ ഒരു ബി.എഡ് പ്രോഗ്രാമിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, എന്താണ് മാമിന് പറയാനായിട്ടുള്ളത്? തീർച്ചയായിട്ടും അധ്യാപനം ഇഷ്ടപ്പെടുന്നവർ, കുട്ടികളെ ഇഷ്ടപ്പെടുന്നവർ, ഈ സമൂഹത്തിൽ വ്യത്യാസമുണ്ടാക്കണം, ഐ ക്യാൻ ചേഞ്ച് ദിസ് സൊസൈറ്റി എന്നൊരു ഫീലിംഗ് ഉള്ളവർ, അങ്ങനെ ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും അധ്യാപന മേഖലയിലേക്ക് കടന്നു വരണം. നല്ല നല്ല അധ്യാപകരെ സമൂഹത്തിന് സംഭാവന ചെയ്യാൻ ഞങ്ങളെപ്പോലെയുള്ള അധ്യാപകരായി ഞങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ ഇനിയും ഒരുപാട് നല്ല അധ്യാപകർ വന്ന് ഈ സമൂഹം വളരെ നല്ല രീതിയിലേക്ക് മാറട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ബി.എഡ് കോഴ്സ് ഞാൻ പറഞ്ഞല്ലോ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള വില്ലിങ്നെസ് ടു ചേഞ്ച്, ഒരു പാഷൻ ഫോർ ടീച്ചിങ്, ഇത് മൂന്നും ഉള്ളവർക്ക് വളരെ സന്തോഷപൂർവ്വം തിരഞ്ഞെടുക്കാവുന്ന ഒരു കോഴ്സാണ്. ഒരിക്കലും ഒരു അധ്യാപിക ആയതുകൊണ്ട് ജീവിതത്തിൽ മടുപ്പുണ്ടാകില്ല എന്നാണ് വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ആഗ്രഹിക്കുന്നവരൊക്കെ സന്തോഷത്തോടെ ബി.എഡ് കോഴ്സ് തിരഞ്ഞെടുക്കുക, നല്ല അധ്യാപകരായി മാറുക. താങ്ക് യു സോ മച്ച് മാം. അപ്പോൾ എന്തായാലും ആ ഒരു ബി.എഡിനുള്ള ഒരു ഇൻട്രസ്റ്റിങ്, ഇപ്പം പലർക്കും ഭയങ്കര കൺഫ്യൂഷൻ. ഇപ്പം നമ്മൾ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയാണെങ്കിലും കുറേ കമൻറ്റ് സെക്ഷനിലാണെങ്കിൽ പോലും ബി.എഡ് മാൻ അത് 2 years വെറുതെ പോകും, ഒരുപാട് എഴുതാനുണ്ട്, ഒരുപാട് പഠിക്കാനുണ്ട് എന്നൊക്കെ പല കമൻസ് നമ്മൾ കാണാറുണ്ട്. അപ്പം നമ്മളിങ്ങനെ വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മാമിൻ്റെ ഈ ഒരു വാക്കുകൾ കേൾക്കുന്നവർക്ക് ആർക്കും വേണ്ട, ബി.എഡ് എടുക്കുക തന്നെ വേണം, എനിക്ക് മാറ്റണം, ആ ഒരു പാഷൻ എനിക്കുണ്ട്, എനിക്ക് ആ ഒരു വില്ലിങ്നെസ് ഉണ്ട്, ഐ ആം ദാറ്റ് പേഴ്സൺ എന്നുള്ള എനിക്കൊരു ടീച്ചർ ആവണം. പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാനെങ്കിലും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സാണ്. ഓക്കെ, നമ്മളെ തന്നെ ഒന്ന് ചേഞ്ച്. ഓക്കെ, ഇനി ആ ഒരു വാക്കുകളിലൂടെ ആ ഒരു ബി.എഡിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് വന്നിട്ടുള്ള മാറ്റങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ നമുക്ക് വരാനായിട്ട് സാധ്യതയുള്ള മാറ്റങ്ങളും നല്ലതിനാണെന്ന് കരുതുക. മാറ്റങ്ങൾ ആവശ്യമാണല്ലോ. അപ്പൊ എല്ലാ മാറ്റങ്ങളും നല്ലതിനാണ്. അപ്പൊ കൂടുതൽ നല്ല ടീച്ചേഴ്സിനെ വാർത്തെടുക്കാൻ ഈ മാറ്റങ്ങൾ കൊണ്ട് സാധിക്കട്ടെ. ആൻഡ് മാമിന് ഒരു താങ്ക് യു സോ മച്ച് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു ക്ലിയർ കട്ടായിട്ടുള്ള ഒരു ഐഡിയ തന്നു ബി.എഡ് പ്രോഗ്രാം എന്താണ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഒരുപാട് അധ്യാപകരെ ഇനിയും പഠിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. മാം ഇപ്പം വന്നപ്പോൾ തന്നെ ആണെങ്കിൽ ഈ നിമിഷം വരെ മാമിൻ്റെ മുഖത്ത് ഒരു നിറഞ്ഞ പുഞ്ചിരിയാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇനിയും മാമിൻ്റെ ക്ലാസ് ഇരുന്ന് കേൾക്കണം, ഇനിയും ഞാൻ 5-6 പോയിന്റ്സ് ഇരുന്ന് എഴുതിയെടുക്കാം, എന്നെ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഇരിക്കാനായിട്ട് തോന്നും മാമിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ തന്നെ. എനിവേ താങ്ക് യു സോ മച്ച് മാം. മാമിൻ്റെ സ്റ്റുഡൻസ്
ഞങ്ങളൊക്കെ ഭയങ്കര ലക്കിയാണ് ഈ ഒരു താങ്ക് യു ഫോർ ദ കോംപ്ലിമെന്റ്. ഇപ്പൊ ജോയെ ഞങ്ങളുടെ കോളേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഭാവിയിൽ ജോയുടെ ടീച്ചറാകാനുള്ള ഭാഗ്യം ഞങ്ങൾക്കൊക്കെ ഉണ്ടാകും. ഞാനും അത് ആഗ്രഹിക്കുന്നു. മാം എന്റെ ടീച്ചർ എഡ്യൂക്കേറ്റർ ആവാനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഒരുപാട് പേര് പഠിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, മാം താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ വളരെ ഫ്രൂട്ട്ഫുൾ ആയ ഒരു സെഷൻ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പം ദാ ഉയരെയാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇതുപോലെ ഒരുപാട് കോഴ്സുകളുണ്ട്. ഒരുപാട് പേർക്ക് പല പല ആഗ്രഹങ്ങളാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, അതിലേക്ക് നമ്മൾ എത്താനുള്ള ആ ഓരോ വഴികളായിട്ട് ഉയരെ എത്തുന്നതായിരിക്കും. സോ ഇന്നത്തെ ഉയരെ മാത്രമേ ഇവിടെ കഴിഞ്ഞുള്ളൂ. ഇനി സർഗക്ഷേത്ര 89.6 FM ഒരുപാട് കിടിലനായിട്ടുള്ള പരിപാടികളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കേട്ട് ആസ്വദിക്കാം സർഗക്ഷേത്ര 89.6 FM. കൂടെയുള്ളത് ജോ ആണ്. നമ്മുടെ കൂടെ ഈ ഒരു 2 മണിക്കൂർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഡോക്ടർ പ്രവീണ ഗോപിനാഥ്, അസിസ്റ്റന്റ് പ്രൊഫസർ in mathematics from St. Joseph Training College, Mannaram. And you are listening to Sargakshetra 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര.